എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കി. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആദ്യം നോട്ട് ചെയ്യണം. ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ തെറ്റാണോ ശരിയാണോ ചോദിക്കണം. അപ്പോൾ അത് ആദ്യം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് അല്ലേ. പല സമയത്ത് നമുക്ക് തെറ്റി പോകാറുണ്ട്. ശരി ചോദിക്കുമ്പോൾ നമ്മൾ തെറ്റ് ചോദിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ശരി വെച്ചിട്ട് മാർക്ക് ചെയ്യാറുണ്ട് ഓപ്ഷൻസ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അവിടെ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. നമ്മൾ പഠിച്ചിട്ടില്ലേ, വാസ്കോ ഡ ഗാമയാണ് ആദ്യം വന്നത്. അപ്പോൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? പോർച്ചുഗീസുകാരാണ് ആദ്യമായിട്ട് എത്തിയതെന്ന് നമുക്കറിയാം. ഓക്കെ, ബേസിക് ഫാക്റ്റാണ് നമ്മൾ പഠിക്കുന്നതാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്ന ഫാക്റ്റാണ് അല്ലേ. അപ്പോൾ 1741 അല്ലേ, ഓഗസ്റ്റ് 10 എന്ത് നടക്കുന്നത്? കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കാരണം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. അങ്ങനെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഡച്ചുകാരുടെ പടത്തലവനായിരുന്ന ഡില്ലനോയിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ. ആ ഡില്ലനോയ് പിന്നീട് നമ്മുടെ തിരുവിതാംകൂറിൽ എത്തുകയും തിരുവിതാംകൂറിൻ്റെ പടത്തലവനായിട്ട് മാറും. വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഡില്ലനോയിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സും കൂടെ ഞാൻ പറയാം. അങ്ങനെ ഡിസ്കഷൻ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കുളച്ചൽ യുദ്ധത്തിന് ശേഷമാണ് പിന്നീട് എന്ത് നടക്കുന്നത്? ഈ കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച് നമ്മുടെ KM പണിക്കർ ഒരു കാര്യം പറയുന്നുണ്ട്. കുളച്ചൽ യുദ്ധത്തിനെ കുറിച്ച്, അതായത് ഡച്ചുകാർ നേരിട്ട ആദ്യത്തെ വലിയ തിരിച്ചടിയാണെന്നാണ് KM പണിക്കർ ഈ പറഞ്ഞ കുളച്ചൽ യുദ്ധത്തിനുമായി വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡച്ചുകാർ നേരിട്ട ആദ്യത്തെ വലിയ തിരിച്ചടി, ആ ഷോക്കിൽ നിന്ന് ഇന്നും അവർ പിന്നീട് കരകയറാൻ സാധിച്ചില്ല. അപ്പം അന്ന് തോറ്റതിന് ശേഷം അവർക്ക് ആ ഷോക്കിൽ നിന്ന് പിന്നീട് ഒരിക്കലും കരകയറാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതാണ് കുളച്ചൽ യുദ്ധത്തിൻ്റെ നേട്ടമെന്ന് അഭിപ്രായപ്പെട്ടത്. കേരള ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ സർദാർ KM പണിക്കരാണ് അങ്ങനെ അഭിപ്രായപ്പെട്ടത്. വേണമെങ്കിൽ അതൊരു ചോദ്യമായിട്ട് വരാം, ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അങ്ങനെ കുളച്ചൽ യുദ്ധം 1741 കുളച്ചൽ യുദ്ധത്തിന് ശേഷം പിന്നീട് 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലൊരു സന്ധി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് മാവേലിക്കര ട്രീറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ കൂട്ടി വായിക്കാം. ആദ്യം എന്ത് സംഭവിച്ചു? 1741 കുളച്ചൽ യുദ്ധം നടന്നു. അതിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു. അതിനുശേഷം 1753 എന്താണ് മാവേലിക്കര, ഓഗസ്റ്റ് 15 ആയിരുന്നു ഇത് ഒപ്പിട്ടത്. മാവേലിക്കര ട്രീറ്റി അല്ലെങ്കിൽ മാവേലിക്കര ഉടമ്പടി എന്നാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1753 ഒപ്പിട്ട ഉടമ്പടിക്ക് പറയുന്നത് മാവേലിക്കര ഉടമ്പടി എന്നാണ്. ഈ മാവേലിക്കര ഉടമ്പടിയാണ് ഇന്ത്യയിൽ ഡച്ചു ഭരണത്തിന് അവസാനത്തിന് കാരണമായ ഈ പറയുന്ന ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഒരു ഉടമ്പടി എന്തെന്ന് പറയാം, ഈ പറയുന്ന മാവേലിക്കര ഉടമ്പടിയാണ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ അടുത്തത്, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നതിന് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് എന്നാണ് പറയുന്നത്. അല്ല, ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാരാണ് ഇത് നടപ്പാക്കിയിട്ടുള്ളത്. ഓക്കെ, പോർച്ചുഗീസുകാരാണ്. അപ്പോൾ എന്താണ് കാർട്ടസ് എന്ന് പറഞ്ഞാൽ? അതായത് മറ്റ് ചരക്ക് കപ്പലുകളൊക്കെ ഈ പറയുന്ന ഭാഗത്തൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് ഒരു പാസ് നൽകുന്ന, പൈസ നൽകി ഒരു പാസ് മേടിക്കുന്ന ഒരു സമ്പ്രദായത്തെയാണ് കാർട്ടസ് എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാരുടെ ഇൻവെൻഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ഡച്ചുകാർക്ക് ലഭിച്ചത്. ഈ പറയുന്ന ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്, ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ടാണ്. ഈ പറയുന്ന ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത് അല്ലേ. മൂന്നാം അതായത് ഇംഗ്ലീഷുകാരും മൈസൂരുകാരും തമ്മിലുണ്ടായിരുന്ന മൂന്നാമത്തെ യുദ്ധത്തിന് ശേഷമാണ് ഈ പറയുന്ന ശ്രീരംഗപട്ടണം ട്രീറ്റിയിൽ ടിപ്പു സുൽത്താൻ ഒപ്പിടുന്നത്. 1792 ഓക്കെ, അപ്പോൾ ശ്രീരംഗപട്ടണം ട്രീറ്റി തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അതിന് ശേഷമാണ് ഈ പറയുന്ന ഉടമ്പടി ബ്രിട്ടീഷുകാരും നമ്മുടെ ടിപ്പു സുൽത്താനും ഒപ്പിടുന്നതും. ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് സംഭവിക്കുന്നത്? മലബാർ എന്ന് പറയുന്ന റീജിയൻ അല്ലേ, ടിപ്പു സുൽത്താൻ്റെ കീഴിലുണ്ടായിരുന്ന മലബാർ എന്ന് പറയുന്ന റീജിയൻ ആർക്ക് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ശേഷിപ്പാണ്, അതായത് ഈ പറയുന്ന ട്രീറ്റിയിലൂടെയാണ് മലബാർ എന്ന് പറയുന്ന പ്രദേശം
ആര് കിട്ടുന്നത്? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അതുകൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡച്ചുകാരുമായി ബന്ധപ്പെട്ടതല്ല, ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫാക്റ്റാണത്. അങ്ങനെ ഈ പറയുന്ന മലബാർ കിട്ടിയിട്ട് പിന്നീട് ആ സമയത്ത് മലബാർ എന്ന് പറയുന്നത് ബോംബെ പ്രവിശ്യയുടെ കീഴിലായിരുന്നു. പിന്നീട് 1800 ഈ പറയുന്ന മലബാർ എന്ന് പറയുന്നത് ബോംബെ പ്രവിശ്യയിൽ നിന്ന് എടുത്തിട്ട് എവിടേക്ക് മാറ്റുന്നത്? മദ്രാസ് പ്രവിശ്യയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, നമ്മുടെ SCERTയിൽ ഒരു ഫാക്റ്റാണത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? 3 തെറ്റാൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 3 കാരണം ഇവിടെ ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസ്. അപ്പോൾ 3 എന്തായാലും ഉത്തരത്തിൽ വരണം. ഓക്കെ, ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട്, എല്ലാത്തിലും 3 ഉണ്ട്. ഇനി ഒന്നെന്തായാലും 1ഉം 2ഉം ശരിയാണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ 1 നമുക്ക് ഒഴിവാക്കാം, ഇത് വരത്തില്ല. 2ഉം വരത്തില്ല. അങ്ങനെയാണെങ്കിൽ 3ഉം 4ഉം അല്ലെങ്കിൽ 3 മാത്രമാണ്. 3 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ 2 ഓപ്ഷൻ ഉത്തരത്തിൽ വരാം. പിന്നെ 4 നോക്കുക. 1790 ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെയാണ് മലബാർ ഡച്ചുകാർക്ക് ലഭിച്ചത്. മലബാർ ഡച്ച് അത് തെറ്റാണല്ലേ? കാരണം ഡച്ചുകാർക്ക് ലഭിച്ചതല്ല, ആർക്കാണ്? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതാണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഏതാ ഉത്തരം? നമ്മുടെ ബി ആണ് വരിക അല്ലേ? അപ്പോൾ 1ന്റെ ഉത്തരം ബി ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അടുത്ത് നോക്കാം. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പറയുന്ന ഉടമ്പടിയാണ് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ കരാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കരാർ എന്ന നിലയ്ക്ക് ഇത് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കരാറാണിത്. ഓക്കെ, അപ്പോൾ 1604 വർഷം ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വാൻഡർ ഹേഗനാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടതാണ്. കാരണം ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പിടുന്ന ആദ്യത്തെ ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളത് ആലോചിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു വെച്ചാൽ വാൻഡർ ഹേഗൻ ആണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒപ്പിടലിലൂടെ ഡച്ചുകാർക്ക് എന്ത് കിട്ടി? കോഴിക്കോടും പൊന്നാനിയിലും കച്ചവടം നടത്താനുള്ള ഒരു അവകാശം ഡച്ചുകാർക്ക് സാമൂതിരി കൊടുത്തു. അതിന് പകരമായിട്ട് സാമൂതിരിക്ക് എന്താണ് ഇവർ ചെയ്യുന്നത്? ഇനി എപ്പോഴെങ്കിലും പോർച്ചുഗീസുകാർ സാമൂതിരിയെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ സാമൂതിരനെ ആരിനി സഹായിക്കാം എന്ന് പറഞ്ഞു ഡച്ചുകാർ പോർച്ചുഗീസുകാർക്കെതിരെ സാമൂതിരിയെ സഹായിക്കാം എന്ന് ഡച്ചുകാർ വാഗ്ദാനം കൊടുത്തു. അപ്പോൾ ഓക്കെ, ഇത് ഈ 2 കാര്യങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു കരാറാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വാൻഡർ ഹേഗൻ എന്നുള്ള പേര് ആലോചിച്ച് വെക്കുക. ഓക്കെ, പിന്നെ ബാക്കി ഓപ്ഷൻ നോക്കിയാൽ ഡില്ലനോയിൻ്റെ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പേര് പറഞ്ഞു. വാൻ റീഡിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എവിടെ കേട്ടുള്ളത്? ഹോർത്തൂസ് മലബാറിക്കസ് അല്ല, ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ പുസ്തകത്തെക്കുറിച്ച് അതാണ് വാൻ റീഡാണ് അത് തയ്യാറാക്കിയതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ പിന്നെ അടുത്ത വാൻഡർ മെയ്ഡ് എന്ന് പറയുന്നത്, വാൻഡർ മെയ്ഡിനെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വാൻഡർ മെയ്ഡ് എന്ന് പറയുന്നത് ഡച്ച് നാവിക അഡ്മിറലാണ്. അതായത് ഡച്ചുകാരുടെ നാവിക മേധാവിയായിരുന്നു ഈ വാൻഡർ മെയ്ഡ് എന്ന് പറയുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യം എന്താ വെച്ചാൽ പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസിൽ നിന്ന് പിടിച്ചെടുത്ത ആളാണ് ഈ പറയുന്ന വാൻഡർ മെയ്ഡ് എന്ന് പറയുന്നത്. പള്ളിപ്പുറം കോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പള്ളിപ്പുറം കോട്ട ജസ്റ്റ് ഒന്ന് മനസ്സിലായി, ചില കോട്ടകളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. 1503 അൽബൂക്കർക്കാണ് ഇത് പണിതത്. ഓക്കെ, പോർച്ചുഗീസുകാരനായ അൽബൂക്കർക്കാണ് ഈ പറയുന്ന പള്ളിപ്പുറം കോട്ട പണിതത്. എവിടെയാണ്? കൊച്ചിയിൽ വൈപ്പിൻ കരയിലാണ് ഇത് പണിതത്. അതുകൊണ്ട് തന്നെ ഇതിന് വൈപ്പിൻ കോട്ട എന്നറിയപ്പെടുന്നുണ്ട്. ആയക്കോട്ട, അഴിക്കോട്ട, മാനുവൽ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഈ പറയുന്ന പള്ളിപ്പുറം കോട്ട. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് യൂറോപ്യൻ കോട്ട ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യന്മാരുടെ കോട്ടയാണ്. അപ്പോൾ ആദ്യം എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഒരു യൂറോപ്യൻ ശക്തി പണിത ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് ഈ പറയുന്ന പള്ളിപ്പുറം കോട്ടയാണ്. പോർച്ചുഗീസുകാരനായ അൽബൂക്കർക്കാണ് ഇത് പണിതത്. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചെടുക്കുകയാണ്. ഡച്ചുകാരനായ ഈ പറയുന്ന വാൻഡർ മെയ്ഡ് പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാണ് ഈ പറയുന്ന വാൻഡർ മെയ്ഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. താഴെ തന്നിരിക്കുന്ന ബിൽ ശരിയായതാണ്. അപ്പോൾ ശരിയായതാണ്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തസ് മലബാറിക്കസ് എന്ന് അല്ലേ. പ്രധാനമായിട്ടും മലബാർ ഏരിയയിൽ അന്നുണ്ടായിരുന്ന മലബാർ ഏരിയയിലെ ഔഷധ സസ്യങ്ങൾ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്താ പറയാം? കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തസ് മലബാറിക്കസ് എന്ന് പറയാം. ഈ ഗ്രന്ഥം രചിച്ചത് ഗവർണറായ വാൻ റീഡ് ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു വാൻ റീഡ് ആണ് അല്ലേ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്നൊക്കെ അറിയപ്പെടുന്നതാണിത്. ഓക്കെ, പിന്നെ കേരള ആരാമം എന്നും ഈ ഗ്രന്ഥം അറിയപ്പെടുന്നുണ്ട്. കാരണം ഹോർത്തസ് മലബാറിക്കസിന്റെ അർത്ഥം തന്നെ പറയുന്നത് മലബാറിന്റെ പൂന്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പൂന്തോട്ടം ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് പറയാം?
കേരള ആരാമം എന്ന് ഗ്രന്ഥം, ഇതൊക്കെ നിങ്ങൾ പറയുന്ന ബേസിക് ഫാക്ട്സ് ആണ്, നമ്മൾ പുസ്തകങ്ങളൊക്കെ ഉള്ള ബേസിക് ഫാക്ട്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശരിയാക്കേണ്ടതാണ്. പിന്നെ എന്താണ് നാലാമത് പറയുന്നത്? അപ്പോൾ ആദ്യത്തെ 3 ശരിയാണെന്ന് നമുക്ക് പറഞ്ഞു, മനസ്സിലായോ അല്ലേ? 1 2 3 മാത്രം ശരി, എല്ലാം ശരി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്താം, അല്ലെങ്കിൽ ഈ പറയുന്ന എ അല്ലെങ്കിൽ സി എന്നുള്ള സംശയത്തിലേക്ക് നിങ്ങൾക്ക് വരാം. ഈ നാലാമത്തെ നോക്കിയേ, ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയതാണ് പ്രയോഗ സമുച്ചയം എന്നാണ്. ഈ ഒരു സംഭവം നമ്മൾ എവിടെയും പഠിക്കുന്നില്ല അല്ലേ, വെറുതെ റാൻഡമായിട്ടൊരു ഫാക്റ്റ് അങ്ങ് കയറ്റിയിട്ടിരിക്കുകയാണ്. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ വെറുതെ ഒരു ഫാക്റ്റ് അങ്ങ് കയറ്റിയിട്ടിരിക്കുകയാണ്, നമ്മൾ ഇതുവരെ എവിടെയും കേട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിച്ച അറിവുകളെ നമ്മൾ വിശ്വസിക്കുക. ഓക്കെ, ഈ സാധനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഞാൻ ഈ ഹോർത്തസ് മലബാറിക്കസിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് ശരിയായിരിക്കില്ല എന്ന് പറയുന്ന നമ്മുടെ അറിവിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഈ ഓപ്ഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് എക്സാമിന് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, നമ്മളെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് അതിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, 4 ഒഴിവാക്കാൻ സാധിക്കും അല്ലേ. ഈ 4 ഒഴിവാക്കുമ്പോൾ ഇത് പോയി, പിന്നെ നമുക്ക് എന്താ ഉത്തരം വരിക? സി ആയിരുന്നു ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമ്മുടെ ഉത്തരം സി ആണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഹോർത്തസ് മലബാറിക്കസിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എഴുതിയിരിക്കുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഓക്കെ, അത് വേണമെങ്കിൽ ചോദിക്കാം ഏത് ഭാഷയിലാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഷയിലാണ് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക, മലബാറിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ലാറ്റിൻ ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാൻ റീഡാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആംസ്റ്റർഡാമിലാണ്, നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 12 വോളിയം ആയിട്ടാണ്, ഒരൊറ്റ പുസ്തകമായിട്ടല്ല 12 വോളിയം ആയിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 742 സസ്യങ്ങളെക്കുറിച്ച്, ആ പേരുകൾ ഇമ്പോർട്ടൻസ് അല്ല, 742 സസ്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ആംസ്റ്റർഡാമിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്, വേണമെങ്കിൽ കേരളത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്തതെന്ന് ചോദിക്കാം. അല്ല, ആംസ്റ്റർഡാമിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്, ലാറ്റിൻ ഭാഷയാണ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ കാലഘട്ടം ഒരു തവണ പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. 1678 മുതൽ 1703 വരെയുള്ള സമയത്താണ് 12 വോളിയങ്ങളായിട്ട് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടം ഒന്ന് ആലോചിച്ച് വയ്ക്കുക, 1678 മുതൽ 1703 വരെയാണ്. പിന്നെ അതുപോലെ തന്നെ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഹോർത്തസ് മലബാറിക്കസ് ആണ്. കാരണം തെങ്ങ് എന്ന് പറയുന്ന വാക്ക് മലയാളത്തിലാണ് ഇത് അച്ചടിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ ഒരു പദം അല്ലെങ്കിൽ മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോർത്തസ് മലബാറിക്കസ് ആണ്. തെങ്ങ് എന്ന് പറഞ്ഞ വാക്കായിരുന്നു. പിന്നെ ഈ പറയുന്നത് ഇറക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. മലയാളി വൈദ്യനായ ഇ.ടി. അച്യുതൻ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മുടെ പുസ്തകങ്ങളിലുള്ള ബേസിക് ഫാക്ട്സുകളാണ്. പിന്നെ ഓക്കെ, ഈ തെങ്ങാണ് ആദ്യം പറയുന്ന സസ്യം, ഈ പുസ്തകത്തിൽ ആദ്യം പറയുന്ന സസ്യവും തെങ്ങാണ്. അതുപോലെ തന്നെ ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത്, ലാറ്റിൻ ഭാഷയിലാണെന്ന് പറഞ്ഞു, ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് KS മണിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. KS മണിലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓക്കെ, അത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കുക. ഇനി എന്താണ് ഈ പ്രയോഗ സമുച്ചയം എന്ന് പറഞ്ഞാൽ? ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമല്ല. ശരിക്കും ഈ പ്രയോഗ സമുച്ചയം എന്നൊക്കെ പറയുന്നത് 1870 കാലഘട്ടത്തിൽ വരുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കൊച്ചി രാജകുടുംബാംഗമായ കൊച്ചുണ്ണി തമ്പുരാൻ എഴുതിയ ഒരു സംഭവമാണ് പ്രയോഗ സമുച്ചയം എന്ന് പറയുന്നത്. ഇത് ഒരു വിഷചികിത്സാ ഗ്രന്ഥമാണ്. വിഷചികിത്സയിലെ പാമ്പ് കടിയേറ്റ അങ്ങനത്തെ അതുപോലെ ബന്ധപ്പെട്ട വിഷചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലായി. ഒരു റാൻഡം ഫാക്റ്റാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഒരു ഫാക്റ്റ് കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. നമ്മൾ ഒരു സാധനം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ നമ്മളത് ഈ പറയുന്ന ഒരു ഫാക്റ്റ് കേട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. പരീക്ഷ സമയത്ത് നമുക്കത് മാത്രമേ ചെയ്യാനുള്ളൂ. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായതാണ് ചോദിച്ചുള്ളത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയായ മാനുവൽ കോട്ട പണിതത് ഡച്ചുകാരാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുള്ളൂ അല്ലേ, മാനുവൽ കോട്ട, പള്ളിപ്പുറം കോട്ട, ആയക്കോട്ട, അഴിക്കോട്ട, വൈപ്പിൻ കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട അല്ലേ. അത് പണിതത് ആരായിരുന്നു? അൽബൂക്കർക്കാണ്, ഡച്ചുകാരല്ല, പോർച്ചുഗീസുകാരാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ബേസിക് ഫാക്റ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട അല്ലേ. അത് പണിതത് പോർച്ചുഗീസുകാരാണ്, അൽബൂക്കർക്കാണ്. ഓക്കെ, അപ്പോൾ 1 തെറ്റാണെന്ന് മനസ്സിലായി. 1 തെറ്റാന്ന് പറയുമ്പോൾ തന്നെ ഇത് പോയി, ഇതും പോയി, ബാക്കി ഇത് മാത്രമേ ഉള്ളൂ. സി അല്ലെങ്കിൽ ഡി, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം വരേണ്ടത്. ഓക്കെ, ഇവിടെ 2ഉം 4 ഇവിടെയുണ്ട്, 2ഉം 4 ഇവിടെയുണ്ട്. അപ്പം 3 മാത്രമേ നമുക്ക് ഇനി നോക്കേണ്ട ആവശ്യമുള്ളൂ. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി മാവേലിക്കര ഉടമ്പടിയാണ്. നമ്മൾ പറഞ്ഞതുള്ളൂ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? ഡി ആണ്. നമുക്ക് വേറെ വായിച്ചു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ
പള്ളിപ്പുറം കോട്ടയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് ഡച്ചുകാർ പിടിച്ചെടുത്തത് ആരാണ്? വാൻഡർമേഡാണ് യുദ്ധത്തിൽ പിടിച്ചെടുത്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ കേരള ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പരാമർശിക്കുന്ന കൃതിയാണ് എന്ത്? ഈ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. കാരണം കേരള ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടത്തെ പറയുമ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ അതിക്രമം നടത്തിയത്, അവരുടെ അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന പുസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു കാലഘട്ടമാണ് അവിടെ പറയുന്നത്, അല്ലേ? കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ സൂചന നൽകുന്നതാണ് ഈ തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് ഇത് രചിച്ചിട്ടുള്ളത്. അറബി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതാണ് ഈ കൃതിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. കേരളത്തിൻ്റെ ഒരു ചരിത്രം കുറച്ച് അതിൽ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അടുത്ത ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞോളൂ, അല്ലേ? നമ്മുടെ എന്താണ് കുളച്ചൽ യുദ്ധം കഴിഞ്ഞിട്ട് 1753 ഈ പറയുന്ന ഇത് മാവേലിക്കര ട്രീറ്റ് ഒപ്പിടുന്നത്. അതുകൂടെ ഡച്ച് ഭരണം അവസാനിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പിടുന്ന ഒരു ഉടമ്പടിയാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഡച്ച് ഭരണം അവസാനിക്കാൻ കാരണമായ ഒരു ഉടമ്പടിയാണ്. അതുപോലെ 4, റാൽഫ് ഫിച്ച് ആണ് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതൊന്നും അറിയില്ല. ഈ മൂന്നാമത്തെ സാധനം അറിയെങ്കിൽ മാത്രം നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരത്തിലേക്കാൻ പറ്റും. 2ഉം 4ഉം ഫാക്ട് അറിയേണ്ട ആവശ്യം പോലും ഇല്ല. ഓക്കെ, അത് ആ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കണം. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം റാൽഫ് ഫിച്ച് ആണ് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ. ഓക്കെ, ഇയാൾ വന്നത് ട്രേഡിനൊന്നുമല്ല, ഒരു വിസിറ്ററായിട്ട്, ഒരു യാത്രക്കാരനായിട്ട് മാത്രമാണ് ഇയാൾ കേരളം സന്ദർശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അക്ബറുടെ, അതായത് മുഗൾ എംപററായിരുന്ന മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറുടെ സദസ്സ് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ഈ പറയുന്ന റാൽഫ് ഫിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അക്ബറിൻ്റെ കാലഘട്ടത്തിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇയാൾ കേരളത്തിലൊക്കെ എത്തുന്നത്. ഒക്കെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരാളാണ് റാൽഫ്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ, അതായത് ഇയാൾ വന്നതുകൊണ്ടാണ് മറ്റവർക്ക് മാർഗം ഒക്കെ കാട്ടിക്കൊടുത്തത്. ആ ഒരു രീതിയിൽ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നാണ് റാൽഫ് ഫിച്ച് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ വെറും ഒരു വിസിറ്റർ ആയിട്ടാണ്, ഒരു യാത്രക്കാരനായിട്ട് മാത്രമാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ, ട്രേഡിൻ്റെ ആവശ്യത്തിനായി ആദ്യമായി കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരൻ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ക്യാപ്റ്റൻ കീലിംഗ് എന്ന് പറയാം. ഓക്കെ, ക്യാപ്റ്റൻ കീലിംഗ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പള്ളിപ്പുറം കോട്ടയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വയ്ക്കുക. പള്ളിപ്പുറം കോട്ട അഥവാ മാനുവൽ കോട്ട പണിതതാരാണ്? അൽബുക്കർക്കാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അൽബുക്കർക്കിനെ കുറിച്ച് കുറച്ച് ഫാക്ട്സും കൂടെ ആലോചിക്കുക. എന്തൊക്കെയാണ്? അൽബുക്കർക്കിനെ കുറിച്ച് ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ആ പറയുന്ന വ്യക്തി. മിശ്ര കോളനി സമ്പ്രദായം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മിശ്ര കോളനി സമ്പ്രദായം അത് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ സങ്കര കോളനി സമ്പ്രദായം, അതായത് ഇന്ത്യക്കാരും ഈ പറയുന്ന പോർച്ചുഗീസുകാരും തമ്മിൽ കല്യാണം കഴിക്കുന്ന ആ ഒരു പരിപാടിയാണ് എന്ത്? ഈ പറയുന്ന മിശ്ര കോളനി സമ്പ്രദായം എന്ന് പറയുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1510 ആ വർഷത്തിൽ ഗോവ പിടിച്ചെടുക്കുന്നുണ്ട്, അല്ലേ? ഈ പറയുന്ന അൽബുക്കർക്കാണ്. അതായത് നമ്മുടെ ബിജാപ്പൂർ സുൽത്താൻ്റെ കയ്യിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കുന്ന പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റാണ് ഗോവ പിടിച്ചെടുക്കുന്ന കാര്യം. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്യും? കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതും ഈ പറയുന്ന അൽബുക്കർക്കാണ്. ഗോവ പിടിച്ചെടുക്കുമ്പോൾ പിന്നെ കൊച്ചിയിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഗോവയിലേക്ക് അവർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്തു. അത് ഇദ്ദേഹമാണ്. പിന്നെ ഇന്ത്യയിൽ തന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയും അൽബുക്കർക്കാണ്. അപ്പോൾ ഈ പറയുന്ന വൈസ്രോയിമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ പോർച്ചുഗീസുകാരിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചിച്ച് വെക്കേണ്ട ഒരു പേരാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കിൻ്റെ പേര് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ പള്ളിപ്പുറം കോട്ടയും കൂടെ അതിൻ്റെ കൂടെ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട അഥവാ പള്ളിപ്പുറം കോട്ട എന്ന് പറയുന്ന ഫാക്റ്റും കൂടെ ആലോചിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ, 5ാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ പ്രദേശത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ എന്താണ് ചോദിച്ചുള്ളത്? ശരിയായതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ പ്രദേശത്തെക്കുറിച്ചാണ്. കാരണം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന, കേരളത്തിലെ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന ഒരേ ഒരു പ്രദേശം മലബാറാണ്. മറ്റേത് കൊച്ചി ആയിക്കോട്ടെ, തിരുവിതാംകൂർ ആയിക്കോട്ടെ, അവരെന്തായിരുന്നു? ഒരു റീജന്റിനെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു, അല്ലേ? ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കാതെ അവിടെ അവരുടെ ഒരു റെസിഡന്റിനെ വെച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ഭരണം എന്ന് പറയാം. അപ്പം ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച ഒരേ ഒരു പ്രദേശം എന്ന് മലബാറാണ്. മറ്റേത് രണ്ടും അവരെന്ത് ചെയ്യുന്നത്? രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു റെസിഡന്റ് വെച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, പരോക്ഷമായിട്ടാണ് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറും കൊച്ചിയും ഭരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ പ്രത്യക്ഷമായിട്ടാണ് മലബാർ ഭരിച്ചിരുന്നത്. അത് മലബാറിൻ്റെ ഒരു പ്രത്യേകതയാണ്.
അപ്പോൾ മലബാർ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെയാണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1792 കുരുമുളക് ഒഴികെ മറ്റെല്ലാ വസ്തുക്കളിലും വ്യാപാര സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഓക്കെ, ഇത് നമ്മുടെ പുസ്തകങ്ങളിൽ പറയുന്ന ഒരു ഫാക്റ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, പല ആൾക്കാരും ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വിധത്തിലും അറിയില്ല, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ടഫാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യായിരിക്കും നല്ലത്. നെഗറ്റീവ് അടിക്കാൻ നിൽക്കുന്നതിന് പകരം അത് സ്കിപ്പ് ചെയ്യായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1792 വർഷം നമ്മൾ പഠിച്ചു, എന്താണ് ശ്രീരംഗപട്ടണം ട്രീറ്റി അല്ലേ? ആ ശ്രീരംഗപട്ടണം ട്രീറ്റി വഴി 1792 എന്താണ് മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർ നേരിട്ട് ഏറ്റെടുത്തു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി വഴി മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ ഏക പ്രദേശം അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് ഏതായിരുന്നു? ഈ പറയുന്ന മലബാർ എന്ന് പറയുന്ന പ്രദേശമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ഈ മലബാർ കിട്ടിയപ്പോൾ എന്താണ്, ഇനി ഇവിടുത്തെ ഭരണങ്ങളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കമ്മീഷണർമാരെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഭരണം ഇനി നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്മീഷണർമാരെ ബ്രിട്ടീഷുകാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അലക്സാണ്ടർ ഡോവ് അതേപോലെ വില്യം ഫാർമർ എന്നൊക്കെ പറയുന്ന 2 ആൾക്കാരെയാണ് അപ്പോയിന്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് 1792 തന്നെ ആ വർഷം തന്നെ ഡിസംബർ മാസമായപ്പോൾ 2 കമ്മീഷണർമാർ, 2 അഡീഷണൽ ആയിട്ടുള്ള കമ്മീഷണർമാരെയും കൂടെ അപ്പോയിന്റ് ചെയ്തു. അതിന് അവർ ജോയിന്റ് കമ്മീഷണർ എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഈ പറയുന്ന ജോയിന്റ് കമ്മീഷണറുടെ 2 ആൾക്കാരാണ്, അവരുടെ പേര് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ പേര് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ജോനാഥൻ ഡങ്കൻ, ഓക്കെ. അപ്പോൾ മലബാർ നേരിട്ട് ഭരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിയമിച്ച 2 ജോയിന്റ് കമ്മീഷണർമാരാണ് ജോനാഥൻ ഡങ്കനും ചാൾസ് ബോഡം എന്ന് പറയുന്നത്. ഈ 2 പേരും കൂടെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇവരെ ഈ പറയുന്ന ജോയിന്റ് കമ്മീഷണർമാർ കൂടെ എവിടെ വന്നു? മലബാറിലെത്തി. ഇനി 1790 തൊട്ടടുത്ത വർഷം 1793 ഈ പറയുന്ന കമ്മീഷണർമാർ എന്ത് ചെയ്തു? ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ജോയിന്റ് കമ്മീഷണർമാർ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു മലബാറിനെ കുറിച്ച്. അതാണ് എന്ത് പറയുന്നത്? മലബാറിൻ്റെ ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയ കൊളോണിയൽ രേഖ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ രേഖയുമായി ബന്ധപ്പെട്ട് മലബാറിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ആദ്യത്തെ കൊളോണിയൽ രേഖ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ രേഖ എന്ന് പറയുന്നത് ജോയിന്റ് കമ്മീഷണർമാരുടെ 1793 ഈ ഒരു റിപ്പോർട്ടാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആ റിപ്പോർട്ടിലാണ് എന്തെന്ന്? ആ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയുന്ന കുരുമുളക് വ്യാപാരം കുത്തകയായി വെച്ചുകൊണ്ട് തന്നെ ബാക്കി എല്ലാ വസ്തുക്കളിലും വ്യാപാരം സ്വതന്ത്രമാക്കി അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ കുരുമുളക് ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ കുത്തകയായിട്ട് വെച്ചു, മറ്റ് വസ്തുക്കളിലുള്ള വ്യാപാരമൊക്കെ അതിനുള്ള ആ പറയുന്ന വ്യാപാരത്തിലൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. അതിനുശേഷം ഈ പറയുന്ന 1792 അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞു. ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്നതിൽ തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് 1792 അടിമക്കച്ചവടം നിരോധിച്ചുകൊണ്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് ഈ ജോയിന്റ് കമ്മീഷണർമാരുടെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ എന്താണ്? ശരിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 5ന്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. ഓക്കെ, 5ന്റെ ഉത്തരം സി ആണ്. 1ഉം 2ഉം ശരിയാണെന്ന് മനസ്സിലാക്കാത്തവർ ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, മീൻസ് ഇത് അറിയാത്തവർ ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയാണ്. ഇനി ഇവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം നമ്മുടെ NCERTയുടെ ടെക്സ്റ്റുകളൊക്കെ ഉള്ള സാധനമാണ്. 1793 തന്നെ എന്ത് ചെയ്തു? മലബാറിനെ 2 പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് വടക്ക്, അതുപോലെ തന്നെ തെക്ക് എന്നിങ്ങനെ മലബാറിനെ 2ആയിട്ട് എന്ത് ചെയ്യുന്ന അവർ 2 ഡിവിഷനായിട്ട് വിഭജിക്കുന്നുണ്ട്. ഇതിൽ വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തലശ്ശേരി ആയിരുന്നു. വടക്കൻ മലബാറിൻ്റെ തലസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ചെർപ്പുളശ്ശേരിയുമാണ്. ഓക്കെ, അപ്പോൾ വടക്കൻ മലബാറിൻ്റെ തലസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ തലസ്ഥാനം ചെർപ്പുളശ്ശേരിയും മുന്നേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നതാണ് ഈ ഭാഗത്ത് നിന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ 2ഉം ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള അവിടെയാണ് മെയിൻ സെൻറ്റർ എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് കോഴിക്കോടാണ്. അതിൻ്റെ കീഴിലാണ് ഈ പറയുന്ന 2 വടക്കും തെക്കും വരുന്നത്. വടക്കിൻ്റെ തലസ്ഥാനം തലശ്ശേരിയും തെക്കൻ മലബാറിൻ്റെ തലസ്ഥാനം ചെർപ്പുളശ്ശേരിയുമാണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി
ഈ മലബാറിന് മുഴുവനായിട്ട് ഒരു സൂപ്പർവൈസറും അതുപോലെ തന്നെ ഒരു ചീഫ് മജിസ്ട്രേറ്റിനെയും നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ചീഫ് മജിസ്ട്രേറ്റിൻ്റെ കീഴിലാണ് ഈ പറയുന്ന തലശ്ശേരിയിലും ചെർപ്പുളശ്ശേരിയിലെയും എന്ത് വരുന്നത്, ഉദ്യോഗസ്ഥർ സൂപ്രണ്ടുമാർ വരുന്നത്. ഇവിടെ സൂപ്രണ്ടായിരുന്നു ഭരിച്ചിരുന്നത്. ഈ 2 സൂപ്രണ്ടുമാരും ആരുടെ കീഴിലായിരുന്നു, കോഴിക്കോടുള്ള ചീഫ് മജിസ്ട്രേറ്റിൻ്റെ കീഴിലായിരുന്നു വന്നിരുന്നത്. ഓക്കെ, അങ്ങനെ 1793 അങ്ങനെയാണ് ഈ ജോയിൻറ്റ് കമ്മീഷണർമാർ അല്ലെങ്കിൽ ഈ കമ്മീഷണർമാർ നേരിട്ട് ഇവർ ഭരിച്ചിരുന്നത് ഏത് സമയം വരെ വെച്ചാൽ 1800 വരെയായിരുന്നു. 1800 ബോംബെ പ്രൊവിൻസ് എന്തായിട്ട് മാറി, അതായത് ബോംബെ പ്രവിശ്യയുടെ കീഴിലുണ്ടായിരുന്ന മലബാർ 1800 മദ്രാസ് പ്രവിശ്യയിലേക്ക് മാറി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അത് മാറുന്നത് വരെയാണ് ഈ ഒരു പറയുന്ന കമ്മീഷണർമാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്താ, ഈ കമ്മീഷണർമാരൊക്കെ പിരിച്ചുവിട്ടു. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത് ആലോചിച്ച് വയ്ക്കുക, മലബാറിൽ എന്നാണ് അടിമക്കച്ചവടം നിരോധിച്ചത്? 1792 മലബാറിൽ അടിമക്കച്ചവടം നിരോധിച്ചത്. അങ്ങനെയാണെങ്കിൽ അത് ചേർത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കൊച്ചിയിൽ എന്നാണ് അടിമക്കച്ചവടം നിരോധിച്ചത്? കൊച്ചിയിൽ അടിമക്കച്ചവടം നിരോധിക്കുന്നത് 1845 അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിൽ എന്നാണ്, തിരുവിതാംകൂറിൽ എന്നാണ് അടിമക്കച്ചവടം നിരോധിച്ചത്? 1812. ഓക്കെ, 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ കുറച്ച് മുമ്പ് പറയും. ഓക്കെ, അപ്പോൾ മലബാറിൽ അടിമക്കച്ചവടം നിരോധിച്ച 1792 തിരുവിതാംകൂർ 1812, കൊച്ചിയിൽ 1845. അതും കൂടെ ഒന്ന് ആലോചിക്കുക. അടുത്ത് നോക്കിയേ, പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിന്റെ ശക്തമായ തെളിവുകൾ ഉത്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശമാണ്. ഡയറക്റ്റ് SCERT ഒരു ഫാക്റ്റാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പട്ടണം എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ 7. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വളരെ ബേസിക് ആയിട്ട് SCERT ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ്. ഇവിടെ തന്നിരിക്കുന്ന ശരിയായ ക്രമം തിരഞ്ഞെടുക്കാനാണ്, ശരിയായ ക്രമമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ചർച്ച് മിഷൻ സൊസൈറ്റി എവിടെയാണ്? മലബാറിലാണോ? അല്ല. എവിടെയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി? കൊച്ചി, അതേപോലെ തന്നെ തിരുവിതാംകൂർ. ചർച്ച് മിഷൻ സൊസൈറ്റി ഈ 2 മേഖലകളിലായിരുന്നു പ്രവർത്തനം ശക്തമായിരുന്നത്. കൊച്ചിയിലും തിരുവിതാംകൂറിലാണ് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനം. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്നത് തിരുവിതാംകൂർ അല്ല, എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. അതുപോലെ തന്നെ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്നത് എവിടെയാണ്? കൊച്ചിയിലായിരുന്നില്ല, എവിടെയായിരുന്നു? തിരുവിതാംകൂറിലായിരുന്നു. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂർ കേന്ദ്രമാക്കി ചർച്ച് മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു, ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു. കൊച്ചിയിൽ ചർച്ച് മിഷൻ സൊസൈറ്റിയും തിരുവിതാംകൂറും, അതുപോലെ തന്നെ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലും ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന്, ബേസലിൻ്റെ സ്റ്റാർട്ടിങ് B ആണല്ലോ, ആ B വെച്ചിട്ട് നമുക്ക് മലബാറിലെ Bനെ കണക്ട് ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3 ശരിയല്ല എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. 7ൻ്റെ ഉത്തരം D ആണ് ഇവിടെ ഉത്തരം വരിക. നിങ്ങൾക്ക് അറിയുന്ന സിമ്പിളായിട്ടൊരു ചോദ്യമാണ്, SCERT ഫാക്റ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. അപ്പോൾ തെറ്റായതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4ാമത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു 1ാം പഴശ്ശി വിപ്ലവം എന്നാണ് പറയുന്നത്. അല്ലാന്ന് നിങ്ങൾക്കറിയാം, കാരണം 4ാമത് മൈസൂർ വിപ്ലവം ഈ പറയുന്ന യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് 2ാമത്തെ പഴശ്ശി വിപ്ലവമാണ്. അത് വർഷവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഒരു സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ? ഒന്നാമത്തെ ഉത്തരമായിട്ട് വരണം. 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്. ഇതെന്തായാലും ഇനി B എന്തായാലും ഉത്തരത്തിൽ വരത്തില്ല. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് 1ാം വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. അതുമല്ല, നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ 2 എന്താണ്? 2ഉം ഉത്തരത്തിൽ വരും അല്ലേ? അപ്പോൾ ഇത് പോയി, തെറ്റായത് ചോദിക്കുമ്പോൾ 2 ഉത്തരത്തിൽ വരണം. അപ്പോൾ A അല്ലെങ്കിൽ C ആണ് ഉത്തരം എന്ന് പറയുന്നത്. 3, മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്തുടർന്ന ജനപ്രീതിയില്ലാത്ത വരുമാന നയമാണ് 2ാമത്തെ വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം. അതുമല്ല നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതാണ്? 3 നമ്മുടെ ഉത്തരത്തിൽ വരണം അല്ലേ? 3 ഉത്തരത്തിൽ വരണം. അപ്പോഴും Aയും Cയാണ് ബാക്കി. 2ാം പഴശ്ശി വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലാണ്. അത് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന, നമ്മളെല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഏത് റാങ്ക് ഫയൽ എടുത്താലും നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? അപ്പോൾ 4 ശരിയാണ്. അപ്പോൾ അത് വരത്തില്ല. 4 വരത്തില്ലെങ്കിൽ ഉത്തരം ഏതാണ്? C ആണ് നമ്മുടെ ഉത്തരം അല്ലേ? അപ്പോൾ 8ൻ്റെ ഉത്തരം C എന്ന് പറയുന്നതാണ്. അപ്പോൾ 4ാമത് ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് അനന്തരഫലമായിരുന്നു 1ാം പഴശ്ശി വിപ്ലവം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1ാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പഠിക്കുന്ന സംഭവമാണ്. എന്താണ് 1ാം പഴശ്ശി വിപ്ലവം എന്ന് പറയുമ്പോൾ 1793 മുതൽ
1797 വരെ നീണ്ടു നിന്നതായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഈ പറയുന്നതിൻ്റെ വളരെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മലബാറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്തുടർന്ന ജനപ്രീതിയില്ലാത്ത വരുമാന നയമാണ് എന്ത് ഒന്നാമത്തെ വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ കാലഘട്ടം ആലോചിച്ച് നോക്കിയാൽ 1793 മുതൽ 1797 വരെ. അപ്പോൾ ഈ 1793 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകണം എന്താണ്, നമ്മൾ 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി കഴിഞ്ഞ് മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ അവിടുത്തെ നികുതി നയം, അതായത് ആദ്യത്തെ യുദ്ധത്തിൽ നമ്മുടെ തേർഡ് ആംഗ്ലോ മൈസൂർ വാറിൻ്റെ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ബ്രിട്ടീഷുകാരെ ആര് സഹായിക്കുന്നുണ്ട്, നമ്മുടെ പഴശ്ശിയൊക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ പറയുന്ന പഴശ്ശിക്ക് കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മലബാർ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ ആര് ലംഘിച്ചു, ബ്രിട്ടീഷുകാർ ലംഘിച്ചു. അവരവിടെ വീണ്ടും തെറ്റായ രീതിയിൽ നികുതി നയമൊക്കെ നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഒന്നാമത്തെ പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്നത്. അപ്പോൾ വർഷം 1793 1797. ഓക്കെ, അപ്പോൾ ഈ യുദ്ധമൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ വരുന്ന സമയത്താണ് 1793 നിങ്ങൾക്കറിയാം അവിടെ ജോയിൻറ്റ് കമ്മീഷണർമാരും മലബാറിൽ ചാർജ് എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് നമ്മൾ പറഞ്ഞു, ജോനാഥൻ ഡങ്കൻ എന്നൊക്കെ നമ്മൾ പേര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ യുദ്ധം നടക്കുന്ന ഈ സമയത്ത് ഏകദേശം ഒരു 1797 96 97 ഒക്കെ സമയമാകുമ്പോഴേക്കും നാലാമത്തെ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്, ശ്രീരംഗപട്ടണം ട്രീറ്റി വരുന്നത്. ഇനി വരുന്നത് ഏതാണ്, നാലാമത്തെ ആംഗ്ലോ മൈസൂർ, ഇംഗ്ലീഷുകാരും മൈസൂരുകാരും തമ്മിലുള്ള യുദ്ധമാണ്. നാലാമത്തെയാണ് ഇനി നടക്കാൻ പോകേണ്ടത്. അപ്പോൾ ഇതൊക്കെ നടക്കാനുള്ള ഏകദേശം ഒരു സമയം വന്നു എന്നുള്ള പറയാൻ തോന്നിപ്പിക്കലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭമാണ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാർ ഏത് സമയവും നടക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1706 707 ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നാലാമത്തെ ആംഗ്ലൂർ മൈസൂർ വാർ യുദ്ധത്തിന് വേണ്ടി, ആ പറയുന്ന ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് പഴശ്ശിയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. ഫുൾ പ്രിപ്പറേഷൻ ബ്രിട്ടീഷുകാർക്ക് എവിടെ കൊടുക്കണം, നാലാമത്തെ ആംഗ്ലോ മൈസൂർ ടിപ്പു സുൽത്താനെതിരെയുള്ള യുദ്ധത്തിൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പഴശ്ശിയുമായിട്ടുള്ള യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഒരു സന്ധി എഴുതുകയാണ്, സന്ധി ഉണ്ടാക്കുകയാണ്. അതായത് ബോംബെ ഗവർണറായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ജോനാഥൻ ഡങ്കൻ, മലബാറിൽ ഉണ്ടായിരുന്നല്ലോ അയാൾ വീണ്ടും മലബാറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ പറയുന്ന ഒന്നാം പഴശ്ശി വിപ്ലവം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് അവസാനിച്ചു. 1799 ആയപ്പോൾ എന്ത് നടന്നു, ഈ പറയുന്ന നാലാമത്തെ ഇംഗ്ലീഷുകാരും മൈസൂരുകാരും അത് ടിപ്പു സുൽത്താനും തമ്മിലുള്ള യുദ്ധം നടന്നു. അവിടെ ടിപ്പു സുൽത്താൻ മരിക്കുകയാണ്. 1799 ടിപ്പു സുൽത്താൻ മരിച്ചു. ടിപ്പു സുൽത്താൻ മരിച്ചപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നേരെ എന്താണ്, മലബാർ ഓൾറെഡി കയ്യിലുണ്ട്. ഈ പറയുന്ന ഭാഗം കൂടെ, വയനാട് പ്രദേശം കൂടെ ആര് ഏറ്റെടുക്കാൻ പോവുകയാണ്, പിടിച്ചെടുക്കാൻ പോകുക എന്നുള്ള പ്രതീതി വന്നു. അവർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ വരികയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് എന്തിൽ കലാശിക്കുന്നത്, രണ്ടാമത്തെ പഴശ്ശി വിപ്ലവത്തിൽ കലാശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ഓർത്തിക്കാൻ പറ്റും. അപ്പോൾ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആംഗ്ലൂർ, ഈ നാലാമത്തെ ആംഗ്ലോ മൈസൂർ വാർ എന്ന് പറയുന്നത്, നാലാമത്തെ ഇംഗ്ലീഷുകാരും നമ്മളെ ടിപ്പുവും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ആരായിരുന്നു, ലോർഡ് വെല്ലസ്ലി ആയിരുന്നു. വെല്ലസ്ലി പ്രഭു ആയിരുന്നു ഗവർണർ ജനറൽ. അതുപോലെ തന്നെ ഈ പറയുന്ന യുദ്ധം നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർതർ വെല്ലസ്ലി ആണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നാലാമത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലിയും ഗവർണർ ജനറൽ ലോർഡ് വെല്ലസ്ലിയാണ്. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേരെന്ന് പറയുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഈ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ, അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലിയും ആ സമയത്ത് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലിയും, ഇവർ രണ്ടാളും എന്താണ്, സഹോദരന്മാരാണ് ഇവർ കേട്ടോ, ബ്രദേഴ്സാണ്. റിച്ചാർഡ് വെല്ലസ്ലിയാണ് ഗവർണർ ജനറൽ, ലോർഡ് വെല്ലസ്ലി എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ആർതർ വെല്ലസ്ലി എന്താണ്, സൈന്യാധിപനാണ്. ഓക്കെ, ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ടിപ്പു മരിക്കുന്നത്. ആർതർ വെല്ലസ്ലിയുമായിട്ട് യുദ്ധം ചെയ്താണ് ടിപ്പു സുൽത്താൻ മരിക്കുന്നത്. ഇയാൾ ഗവർണർ ജനറലാണ്. ഓക്കെ,
അപ്പോൾ ഈ പറയുന്നതിൻ്റെ അനന്തരഫലമാണ് ഇവർ തോക്കുന്നത് കൊണ്ട് ടിപ്പു സുൽത്താൻ പൂർണ്ണമായി പരാജയപ്പെട്ട് അദ്ദേഹം മരിച്ചു. ഇനി വയനാടും കൂടെ പിടിച്ചെടുക്കാൻ ആര് വരികയാണ്? ബ്രിട്ടീഷുകാർ വരികയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൻ്റെ ഒരു അനന്തരഫലമാണ് എന്തെന്ന് പറയുന്നത്? 2ാമത്തെ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാൻ കാരണം എന്താണ്? ഇവിടെ 1ാമത്തെ അല്ല 2ാമത്തെ പഴശ്ശി വിപ്ലവമാണ് 4ാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് അനന്തരഫലം എന്ന് പറയുന്നത്. അങ്ങനെ എന്താണ് 4ാമത്തെ ഈ പറയുന്ന രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം ആരംഭിക്കുകയാണ്. പഴശ്ശി വിപ്ലവം ആരംഭിക്കുന്നത് 2ാമത്തെ 1800 ആരംഭിച്ചു. 1805 വരെ ഇത് നിലനിന്നിരുന്നു. ഓക്കെ, 2ാമത്തെ പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ാം പഴശ്ശി 4ാമത്തെ ആംഗ്ലൂർ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി കൊന്നത് ആരായിരുന്നു? നമ്മുടെ ആർതർ വെല്ലസ്ലിയാണ്. അപ്പോൾ ഈ ആർതർ വെല്ലസ്ലിയാണ് 2ാം പഴശ്ശി വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്. ഈ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അയാൾ മൈസൂരിനെ തോൽപ്പിച്ച് നേരെ വരുന്നത് എവിടേക്കാണ്? ഈ പറയുന്ന പഴശ്ശിയുടെ അടുത്തേക്കാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ആർതർ വെല്ലസ്ലിനെ ഇവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ ഏതൊക്കെയാണ് ഇതിൽ ശരിയാണ് ഏതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി. ഇത് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 3 തെറ്റാണ്. ഓക്കെ, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ് വരുന്നത്. അപ്പോൾ 8ൻ്റെ ഉത്തരം സി ആണെന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടി മനസ്സിലാക്കി വെക്കേണ്ടത്, പഴശ്ശി വിപ്ലവമായിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് പറയുന്നത്, 2ാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച ആദിവാസി ഭാഗം ഏതാണെന്ന് വേണമെങ്കിൽ ചോദ്യമായിട്ട് വരാം. കുറിച്യറാണ് അല്ലേ? സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ 2ാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിയെ സഹായിച്ച ആദിവാസി വിഭാഗമാണ് കുറിച്യർ എന്ന് പറയുന്നത്. പഴശ്ശിയുടെ യുദ്ധമുറ എന്ന് പറയുന്നത് ഗറില്ല യുദ്ധമുറ, ഒളിപ്പോരായിരുന്നു അല്ലേ? അദ്ദേഹത്തെ സഹായിച്ച ആൾക്കാർ ചെമ്പൻ പോക്കർ, എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു ആയിരുന്നു കുറിച്യർ നേതാവായിട്ടുള്ളത്. തലക്കൽ ചന്തു ആയിരുന്നു. പിന്നെ കൈതേരി അമ്പു, അത്തൻ ഗുരുക്കളൊക്കെ അദ്ദേഹത്തെ സഹായിച്ചവരാണ്. പിന്നെ പഴശ്ശി രാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർതർ വെല്ലസ്ലിയുടെ നേതൃത്വത്തിൽ തോമസ് ഹാർവി ബേബർ എന്ന് പറയുന്ന തലശ്ശേരി സബ് കളക്ടർ, പുള്ളിയായിരുന്നു എന്ത്? ഈ തോമസ് ഹാർവി ബേബർ എന്ന് പറയുന്ന തലശ്ശേരി സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ആർതർ വെല്ലസ്ലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പറയുന്ന തലശ്ശേരി സബ് കളക്ടർ ആർതർ വെല്ലസ്ലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1200 പോലീസുകാരുടെ സേനയെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരാണ് എന്ത്? കോൽക്കാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ആർതർ വെല്ലസ്ലിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബാബർ ഈ പറയുന്ന ആളെന്ത് ചെയ്തു? ഒരു 1200 പോലീസുകാരെ നിയമിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ പേരാണ് എന്ത്? കോൽക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെടുന്നത്. ഓക്കെ, 1805 നവംബർ 30. അടുത്ത ചോദ്യം നോക്കിക്കേ. വയനാട്ടിലെ കാടുകളിൽ 1812 കൊളോണിയൽ വിരുദ്ധ ആദിവാസി കലാപത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ 1812 കൊളോണിയൽ വിരുദ്ധ ആദിവാസി കലാപം ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കുറിച്യ കലാപത്തെക്കുറിച്ചാണ് ചോദ്യം വന്നിട്ടുള്ളത് അല്ലേ? കുറിച്യ കലാപം 1812 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കുറിച്യ കലാപത്തിൻ്റെ നേതാവായിരുന്നു നമുക്കറിയാം, രാമനമ്പിയായിരുന്നു കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. നമ്മൾ വളരെ വിശദമായിട്ട് അതൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു എന്ത്? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന് പറയുന്ന ഒരു സ്ലോഗനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടാണ്. 1812 കുറിച്യ കലാപം നടക്കുന്നത്. നേതൃത്വം നൽകിയ ആളായിരുന്നു രാമനമ്പി എന്ന് പറയുന്നത്. എന്തായിരുന്നു ഈ കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക നികുതി ചുമത്തൽ അല്ലേ? അതായത് ഈ കുറിച്യരുടെ മേലെ അധിക നികുതി ചുമത്തുക, അതും നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാനുള്ളത്. പണ്ടൊക്കെ അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ രീതിയിലാണ് നികുതി അടച്ചുകൊണ്ടിരുന്നത്. ഇത് ഇനി മുതൽ പണമായിട്ട് തന്നെ നികുതി അടയ്ക്കണമെന്നുള്ള നിർബന്ധം. ഓക്കെ, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കൽ, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഈ കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു തോമസ് വാർഡൻ എന്ന് പറയുന്നത്. ഇവർക്ക് മേലെ അധിക നികുതി ചുമത്തിയിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് തോമസ് വാർഡൻ ആയിരുന്നു. അടുത്ത നോക്കിയാൽ താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഈ പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് കലാപമാണ്. അല്ല, നമുക്കറിയാം ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ? എപ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ആറ്റിങ്ങൽ കലാപമാണ്. പിന്നെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ശരിയാണ്. ഈ കലാപത്തിലൂടെ ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നത് ഏത് കലാപത്തിലൂടെയാണ്?
ഏത് അഞ്ചുതെങ്ങ് കലാപത്തിലൂടെയല്ല, ഏത് കലാപത്തിലൂടെയാണ്? ആറ്റിങ്ങൽ കലാപത്തിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിലൂടെയാണ് ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നത്, അല്ലാതെ എന്തിലൂടെയല്ല? അഞ്ചുതെങ്ങ് കലാപത്തിലൂടെയല്ല. അപ്പോൾ താഴെ പറയുന്ന പ്രസ്താവന ശ്രദ്ധിക്കുക. ശരി ഏതൊക്കെയാണ് ഇവിടെ? ഒന്ന് ശരിയല്ല നമുക്ക് മനസ്സിലായി അല്ലേ? ഒന്ന് പോയി. ഇനി രണ്ട് ശരിയാണ് നമുക്കറിയാം, രണ്ട് ശരിയാണെങ്കിൽ ഇതും വരും ഇതും വരും. മൂന്ന് ശരിയല്ല നമുക്ക് മനസ്സിലായപ്പോൾ ഇത് പോയി. അപ്പോൾ ഏതാ ഉത്തരം? ബി ആണ്. അപ്പോൾ 10ന്റെ ഉത്തരം ബി ആണ് എന്ന് മനസ്സിലാക്കുക, രണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് 1721 ഏപ്രിൽ 15-നാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1721 ഏപ്രിൽ 15-നാണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ സംഘടിത കലാപം, അല്ലെങ്കിൽ നമുക്ക് ബ്രിട്ടീഷ് വിരുദ്ധ കലാപം എന്നൊക്കെ പറയാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന് അഴിമതിയായിരുന്നു, അതുപോലെ കുരുമുളക് വിലയിലെ ക്രമക്കേട് ഉണ്ടായിരുന്നു, കുരുമുളക് വിലയിലെ ക്രമക്കേട്. അതുപോലെ ആറ്റിങ്ങൽ റാണിക്ക് നൽകുന്ന പാരിതോഷികം ബ്രിട്ടീഷുകാർ പിള്ളമാരിലൂടെ അല്ലാതെ നേരിട്ട് എത്തിക്കാൻ ശ്രമിച്ചതും ഇതിനൊരു കാരണമായിരുന്നു. ഇതിനെതിരെ അവിടുത്തെ സ്വദേശികളായിരുന്ന നാട്ടുകാർ അതിനെ എതിരെ തിരിയുകയും ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തു. അന്ന് കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു ഗിഫോർഡ് എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഏത്? ഗിഫോർഡ് എന്ന് പറയുന്നത്. ഈ കലാപത്തെ തുടർന്നാണ് അഞ്ചുതെങ്ങ് കോട്ട ആര് പിടിച്ചെടുക്കുന്നത്? ജനങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഓക്കെ, പിന്നീട് തലശ്ശേരിയിൽ നിന്നും വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് ഈ കലാപം അടിച്ചമർത്തുന്നത്. തലശ്ശേരിയിൽ നിന്നും വന്ന ബ്രിട്ടീഷ് സൈന്യമാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്. ഓക്കെ, രണ്ടാം സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത് എന്നാണ്? 1697-ലാണ് അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. 1697. ആറ്റിങ്ങൽ 1721. മൂന്നാമത്തെ എന്താണ്? ആറ്റിങ്ങൽ കലാപത്തിലൂടെ ജനങ്ങൾ നമ്മൾ പറഞ്ഞു, ആറ്റിങ്ങൽ കലാപത്തിലൂടെ ജനങ്ങൾ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 11ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തതാണ്. തിരുവിതാംകൂറിന്റെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തായാലും അദ്ദേഹം അതിനു വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇത് വരത്തില്ല അല്ലേ? ഒന്നെന്തായാലും വരത്തില്ല, അത് ബന്ധമുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. രണ്ട് നോക്കിയാൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇദ്ദേഹമല്ല. ആരായിരുന്നു? അത് കഴിഞ്ഞ് വന്ന ധർമ്മരാജ എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു അത് ചെയ്തത്. കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു അല്ലേ? 1790 ഈ വർഷത്തിലാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജാവ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കൽക്കുളം അഥവാ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുന്നത്. പതിവ് കണക്ക് സമ്പ്രദായം ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. ആരാണ്? മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നത്. അപ്പോൾ രണ്ട് ഉത്തരമായിട്ട് വരണം, കാരണം ബന്ധമില്ലാത്ത വയ്ക്കുമ്പോൾ രണ്ട് വരണം അല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം, ഇത് വരാം. 4 ഇനിയൊന്നും വരത്തില്ല, 2 ഓപ്ഷൻ മാത്രമേ ഉത്തരമായിട്ട് വരൂ. അപ്പോൾ രണ്ടെന്തായാലും ഉത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി 3 വയ്ക്കുക. പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം, ബജറ്റ് എന്ന രൂപത്തിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 3ഉം മാർത്താണ്ഡവർമ്മയുമായി ബന്ധമുള്ളതാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ചോദിക്കുമ്പോൾ 3ഉം വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ? 11ന്റെ ഉത്തരം സി ആണ് വരേണ്ടത്. അടുത്തത് പുറക്കാട് യുദ്ധത്തിൽ കായംകുളം പിടിച്ചടക്കി എന്ന് പറഞ്ഞാൽ ശരിയാണ്. മാർത്താണ്ഡവർമ്മയാണ് പുറക്കാട് യുദ്ധം. 1746-ലാണ് പുറക്കാട് യുദ്ധം നടക്കുന്നത്. അതിൽ കായംകുളം ആര് പിടിച്ചടക്കുന്നുണ്ട്? മാർത്താണ്ഡവർമ്മ പിടിച്ചടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉത്തരം സി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തിരുവിതാംകൂറിന്റെ തലസ്ഥാനം കൽക്കുളത്ത് നിന്ന്, കൽക്കുളമാണ് പത്മനാഭപുരത്തിന് മറ്റൊരു പേരായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പോൾ പത്മനാഭപുരം എന്ന് അറിയപ്പെടുന്നു, കൽക്കുളം എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ പത്മനാഭപുരം അഥവാ കൽക്കുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റുന്നത് 1790 ആരാണ്? ധർമ്മരാജാവാണ്. അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. രണ്ടാമത്തെ മാർത്താണ്ഡവർമ്മ കഴിഞ്ഞ് വരുന്ന രാജാവാണ് അത് ചെയ്യുന്നത്. ഓക്കെ, 1790-ലാണ്. അപ്പോൾ ഇദ്ദേഹം ഈ ധർമ്മരാജാവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നെടുങ്കോട്ട പണിതത് ഇദ്ദേഹമാണ്, ധർമ്മരാജാവാണ്. അതായത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നെടുങ്കോട്ട പണിയുന്നത്. എന്തിനാണ്? മൈസൂർ സൈന്യത്തിൻ്റെ ആ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ആര് നെടുങ്കോട്ട പണിയുന്നത്? ധർമ്മരാജാവ് നെടുങ്കോട്ട പണിയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്കറിയാം. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അത് പണിതത്. നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. വർഷം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. 1936 നവംബർ മാസം 12-ാം തീയതിയാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിക്കുന്നത്.
നേരത്തെ ക്വസ്റ്റ്യനിൽ മാർത്താണ്ഡവർമ്മയുമായിട്ട് കുറച്ച് ഫാക്ട്സും കൂടെ ഞാൻ പറയാം, കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മാർത്താണ്ഡവർമ്മയായിട്ട് ജന്മിത്ത ഭരണം പിള്ളമാരെയൊക്കെ ഒതുക്കി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു ആര്? മാർത്താണ്ഡവർമ്മ. അതുപോലെ തന്നെ ഭൂസർവേ കൊണ്ടുവന്നു. ഭൂസർവേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് കണ്ടെഴുത്ത് എന്നായിരുന്നു അല്ലേ? അതായത് തിരുവിതാംകൂറിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കണ്ടെഴുത്ത് എന്നായിരുന്നു. അത് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ അതേയായിട്ട് നമുക്ക് അതിൻ്റെ പാരലലി നമുക്ക് കൊച്ചി രാജവംശത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ശക്തൻ തമ്പുരാൻ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഭൂസർവേ കേട്ടെഴുത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടെഴുത്ത് എന്നായിരുന്നു കൊച്ചിയിലെ ഭൂസർവേ അറിയപ്പെട്ടിരുന്നത്. ശക്തൻ തമ്പുരാനാണ് കൊണ്ടുവന്നത്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്നിരുന്ന ഈ പറയുന്ന ഭൂസർവേ അറിയപ്പെട്ടിരുന്നത് കണ്ടെഴുത്ത് എന്നാണ്. ഓക്കെ, തിരുവിതാംകൂറിൽ കണ്ടിട്ടാണ് എഴുതുന്നത്, കൊച്ചിയിലാണെങ്കിൽ കേട്ടിട്ടാണ് എഴുതിയിരുന്നത്. ഓക്കെ, ഭൂസർവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഓക്കെ, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണ് 1723 വേണാട് ഉടമ്പടി. ആരൊക്കെയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആലോചിക്കുക. 1723 വേണാട് ഉടമ്പടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ്. മാർത്താണ്ഡവർമ്മയുമായിട്ടായിരുന്നു. ഓക്കെ, അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം പണിതത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അതുപോലെ തന്നെ ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതി ഒന്നാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാം തൃപ്പടിദാനമോ 1766 രണ്ടാമത്തെ തൃപ്പടിദാനം ധർമ്മരാജാവാണ്. ഓക്കെ, ധർമ്മരാജാവാണ്. ഇനി അതുപോലെ തന്നെ രാജ്യത്തെ വില്ലേജുകളുടെ ഗ്രാമങ്ങളുടെ ഒരു കൂട്ടത്തെ മണ്ഡപത്തും വാതുക്കൽ എന്നായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിൽ ഒരു കൂട്ടം ഗ്രാമങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ഒരു കൂട്ടം റവന്യൂ ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അത് ഭരണത്തിൻ്റെ ആ ഒരു ഇതിനു വേണ്ടിയിട്ടാണ്. തിരുവിതാംകൂർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഗ്രാമങ്ങളുടെ കൂട്ടങ്ങളായിട്ടുള്ള മണ്ഡപത്തും വാതുക്കലായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റവന്യൂ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിക്കുക. മണ്ഡപത്തും വാതുക്കലാണ് തിരുവിതാംകൂറുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യേണ്ടത്. അങ്ങനെ തിരുവിതാംകൂറിൽ മൊത്തം 20 മണ്ഡപത്തും വാതുക്കലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം നമ്മൾ കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ എന്താ ആലോചിക്കേണ്ടത്? ഇവിടെ കോവിലകത്തും വാതുക്കലായിരുന്നു. തിരുവിതാംകൂറിൽ മണ്ഡപത്തും വാതുക്കലായിരുന്നെങ്കിൽ കൊച്ചിയിൽ കോവിലകത്തും വാതുക്കലായിരുന്നു. ഓക്കെ, ശക്തൻ തമ്പുരാന്റെ കീഴിലുണ്ടായിരുന്ന റവന്യൂ ഡിവിഷൻസ് കൊച്ചിയിൽ അറിയപ്പെട്ടിരുന്നത് കോവിലകത്തും വാതുക്കലാണ്. തിരുവിതാംകൂറിൽ അത് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്തത് നമ്മൾ 12 ഓൾറെഡി നമ്മൾ പറഞ്ഞു. 13 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി. നമ്മൾ പറഞ്ഞു നേരത്തെ 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അത് ആരായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ് അടിമക്കച്ചവടം നിർത്തലാക്കുന്നത്. 1812. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച വ്യക്തി റൂളറായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഇവരാണ് ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ ഇതൊക്കെ സ്ഥാപിക്കുന്നത്. ഓക്കെ, ജില്ലാ കോടതികൾ അതുപോലെ തന്നെ അപ്പീൽ കോടതികളൊക്കെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ വാക്സിനേഷനും കൊണ്ടുവന്നു. അലോപ്പതി മരുന്നുകളുടെ അതിനൊക്കെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് വന്നു. അതൊക്കെ ഈ ഒരു സമയത്താണ്, റാണി ഗൗരി ലക്ഷ്മിബായിയുടെ സമയത്താണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ അത് പാർവതിബായിയാണ്. ഓക്കെ, റാണി ഗൗരി പാർവതിബായിയാണ് 1817 പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. ഇതൊന്നും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായ് എന്ന് പറയുന്നത്. അടുത്ത നോക്കി, താഴെ പറയുന്നവയിൽ സ്വാതി തിരുനാൾ രാമവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാന്നാണ് ചോദ്യം. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചു, നിങ്ങൾക്ക് അറിയാം അത് ശരിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച് കേട്ടിട്ടുണ്ടാവും. 1834
തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത് 1834 ഓക്കെ. 1834 ആരംഭിച്ച ഈ ഇംഗ്ലീഷ് സ്കൂള് 1836 രാജാസ് ഫ്രീ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അതിനുശേഷം 1866 ഇത് എന്തായി, യൂണിവേഴ്സിറ്റി കോളേജായി. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജായിട്ട് ഇത് മാറി. ഓക്കെ, അപ്പോൾ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിക്കുന്നത് 1866 അങ്ങനെ മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് അതായത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ച വർഷം 1866 ആണ് എന്ന രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ചോദിച്ച മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു എറണാകുളം മഹാരാജാസ് കോളേജ്. അത് ആരംഭിക്കുന്ന 1875 ഓക്കെ. 2024 നടന്ന ഒരു പരീക്ഷയിലെ ഒരു 2 ചോദ്യങ്ങളായിരുന്നു, 2 സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജ് ആരംഭിച്ചത് 1875 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ആരംഭിച്ചത് 1866 അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഈ വർഷം കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ എന്താണ്, തിരുവനന്തപുരത്ത് അങ്ങനെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സ്വാതി തിരുനാളാണ്. ശുചീന്ദ്രം കൈമുക്കൽ നിർത്തലാക്കിയതും അദ്ദേഹമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. തിരുവനന്തപുരത്ത് വാന നിരീക്ഷണ കേന്ദ്രം തുടങ്ങിയത് അദ്ദേഹമാണ്. മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ് അല്ലേ. അപ്പോൾ 15ൻ്റെ ഉത്തരം എന്താണ്, ഡി ആണ്. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടത് ഇദ്ദേഹമാണ്. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെട്ടത് ഇദ്ദേഹമാണ്. വളരെ പ്രശസ്തനായ സംഗീതജ്ഞനായിരുന്നു, കർണാടക സംഗീതജ്ഞനായിരുന്നു. അതുപോലെ തിരുവനന്തപുരം സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന് പേര് നൽകിയത് ഇദ്ദേഹമാണ്. തിരുവനന്തപുരത്ത് ഗവൺമെൻറ് പ്രസ് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ജലസേചന ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ ആരംഭിച്ചതൊക്കെ ആരാണ്, ഈ പറയുന്ന സ്വാതി തിരുനാളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ബക്സർ യുദ്ധം, മിർ ജാഫർ വേഴ്സസ് റോബർട്ട് ക്ലൈവ്, വണ്ടിവാഷ് യുദ്ധം തന്നിട്ടുണ്ട്, ചിലിയൻ വാല യുദ്ധം തന്നിട്ടുണ്ട്, ഖർദ യുദ്ധം തന്നിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ബക്സർ യുദ്ധം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ബക്സർ യുദ്ധം 1764 ബക്സർ യുദ്ധം നടക്കുന്നത്. മിർ ജാഫറും റോബർട്ട് ക്ലൈവും തമ്മിലാണ് നടന്നതെന്നാണ് ഇതിൽ പറയുന്നത്. അല്ല, മിർ ജാഫർ പിക്ചറിലില്ല. ആരാണ്, മിർ ഖാസിമാണ് അല്ലേ. മിർ ജാഫർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഫേവറേറ്റ് ആളായിരുന്നു. മിർ ഖാസിമാണ് നടക്കുന്നത് അല്ലേ. മിർ ഖാസിം ബംഗാൾ നവാബായിരുന്നു ഇയാൾ. ബംഗാൾ നവാബായിരുന്ന മിർ ഖാസിമും അതുപോലെ തന്നെ ഷാ അലം സെക്കൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷാ അലം സെക്കൻഡ് ഇദ്ദേഹം ആരായിരുന്നു, മുഗൾ ചക്രവർത്തിയായിരുന്നു ആ സമയത്തെ. അതുപോലെ തന്നെ അവധിലെ നവാബായിരുന്ന ഷുജാ ഉദ്ദൗള. ഇവരെ 3 പേരുടെയും സഖ്യം ആരെതിരെയായിരുന്നു, ഹെക്ടർ മൺറോയ്ക്കെതിരെയായിരുന്നു അല്ലേ. ബ്രിട്ടീഷുകാരനായ ഹെക്ടർ മൺറോയ്ക്കെതിരെയായിരുന്നു ഈ പറയുന്ന 3 ആളുകളും ഒരുമിച്ച് യുദ്ധം ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ മേജർ ഹെക്ടർ മൺറോ ആയിരുന്നു. മിർ ഖാസിം, ഷാ ആലം സെക്കൻഡ്, ഷുജാ ഉദ്ദൗള ഇവർ 3 പേർക്ക് യുദ്ധം ചെയ്തിട്ട് ആര് ജയിച്ചു, ഹെക്ടർ മൺറോ ജയിച്ചു. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ബക്സർ യുദ്ധം എന്ന് പറയുന്നത് മിർ ഖാസിം ഈ പറയുന്ന 3 ആൾക്കാരും വേഴ്സസ് ഹെക്ടർ മൺറോ ആണ്, റോബർട്ട് ക്ലൈവ് അല്ല. ഓക്കെ, അപ്പോൾ ബക്സർ യുദ്ധമായി ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തായിരുന്നു ഇതിൻ്റെ ഈ ഒരു യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു വെച്ചാൽ, ബ്രിട്ടീഷുകാർ ബംഗാൾ നവാബിനെ മാത്രമല്ല ഇവിടെ തോൽപ്പിക്കുന്നത്, മുഗൾ ചക്രവർത്തിയും കൂടെ തോൽപ്പിക്കുകയാണ്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ആളുകളായിട്ട് ബ്രിട്ടീഷുകാർ മാറുകയാണ്. പിന്നെ അതായത് ഇനിയിപ്പോൾ സൗത്ത് ഇന്ത്യയിലോട്ടും വന്ന് യുദ്ധം ചെയ്യാനുള്ള ആ ഒരു പവർ അവർക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഈ പറയുന്ന ഒരു ബാറ്റിൽ ഓഫ് ബക്സർ യുദ്ധത്തിലൂടെ ലഭിക്കുകയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അങ്ങനെ ഈ യുദ്ധത്തിന് ശേഷം 1765 വന്ന ഉടമ്പടി ഏതാന്ന് വെച്ചാൽ അലഹാബാദ് ഉടമ്പടിയാണ്. ഓക്കെ, ബക്സർ യുദ്ധത്തിന് ശേഷം 1765 വന്ന ഉടമ്പടിയാണ് അലഹാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യുദ്ധം ജയിച്ചതിന് ശേഷം ഒപ്പിട്ട ഉടമ്പടിയാണ് അലഹാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ബംഗാൾ ഗവർണറായ റോബർട്ട് ക്ലൈവ് ആണ് ഇത് ഒപ്പിടുന്നത്. ഓക്കെ, അപ്പോൾ ബംഗാൾ ഗവർണർ ജനറലായ ആ സമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരായിരുന്നു, റോബർട്ട് ക്ലൈവ് ആയിരുന്നു. റോബർട്ട് ക്ലൈവ് ഒപ്പിടുന്ന ഉടമ്പടിയാണ് ഈ പറയുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതാണ്. അതായത് ഈ പറയുന്ന ഷുജാ ഉദ്ദൗളയും ഷാ അലം സെക്കൻഡുമായിട്ട് നമ്മുടെ റോബർട്ട് ക്ലൈവ്, ബംഗാൾ ഗവർണർ ജനറലായ റോബർട്ട് ക്ലൈവ് ഒപ്പിടുന്ന ഉടമ്പടിയാണ് അലഹാബാദ് ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യുദ്ധം ചെയ്ത ആൾ ഹെക്ടർ മൺറോയാണ്. ആ സമയത്ത് ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നു ആര്, റോബർട്ട് ക്ലൈവ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിന് ശേഷം ഈ ബാറ്റിൽ ഓഫ് ബക്സറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ യുദ്ധത്തിന് ശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്ത് ലഭിക്കുകയാണ്? ദിവാനി റൈറ്റ്സ് ലഭിക്കുകയാണ്, ദിവാനി അവകാശങ്ങൾ ലഭിക്കുകയാണ്. എന്താണ് ദിവാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ സ്ഥലങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ആർക്ക് ലഭിക്കുകയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ദിവാനി അവകാശങ്ങൾ, നികുതി പിരിക്കാനുള്ള അവകാശങ്ങൾ ലഭിച്ച യുദ്ധമായിരുന്നു ബക്സർ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നികുതി പിരിക്കുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഭരണത്തിലേക്ക് കയറുന്ന ഒരു അവസ്ഥയായിരുന്നു ആർക്ക്? ഈ പറയുന്ന ബക്സർ യുദ്ധത്തിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബക്സർ യുദ്ധം അങ്ങനെയാണ്. അപ്പോൾ അത് ഉത്തരമായിട്ട് വരില്ല, കാരണം തെറ്റായിട്ടാണ് തന്നത്, ശരിയായ ജോഡിയല്ല. അടുത്ത വാൻഡിവാഷ് യുദ്ധം എന്ന് പറയുന്നത്, വാൻഡിവാഷ് യുദ്ധം ഫ്രഞ്ച് വേഴ്സസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത്. വാൻഡിവാഷ് യുദ്ധം 1760 വാൻഡിവാഷ് യുദ്ധം നടക്കുന്നത്. വാൻഡിവാഷ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് സ്ഥലം, തമിഴ്നാട്ടിലാണ് വാൻഡിവാഷ് എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം, തേർഡ് കർണാട്ടിക് യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട, അത് മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധത്തിൽ വരുന്ന പ്രധാനപ്പെട്ട യുദ്ധമാണ് വാൻഡിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. ഈ കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിൽ നടക്കുന്നതാണ്? ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരും തമ്മിൽ നടക്കുന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെയൊക്കെ. അതിൽ മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട, അതായത് വളരെ ഡിസിസീവ് ആയിട്ടുള്ളൊരു ബാറ്റിലായിരുന്നു, അഥവാ ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണമായ യുദ്ധമായിരുന്നു മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധത്തിലെ ഈ വാൻഡിവാഷ് യുദ്ധം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ട ഒരു പേരാണ് വാൻഡിവാഷ് യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും, അപ്പോൾ ഫ്രഞ്ചുകാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ എന്ത് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഉത്തരം ബി ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആലോചിക്കേണ്ട ഈ വാൻഡിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ അവസാനമായി തോറ്റ യുദ്ധമാണ് എന്ത്? വാൻഡിവാഷ് യുദ്ധം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധം, ഇന്ത്യയിൽ ഫ്രഞ്ച് പതനത്തിന് കാരണമായ യുദ്ധമാണ് വാൻഡിവാഷ് യുദ്ധം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടതാണ്. ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ജനറൽ ഐർക്കൂട്ടായിരുന്നു യുദ്ധം ചേരുന്നത്. അതേപോലത്തെ ഫ്രഞ്ചുകാരുടെ ഭാഗത്തു നിന്ന് കൗണ്ട് ഡി ലാലി ആയിരുന്നു, കൗണ്ട് ഡി ലാലി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ജനറൽ ഐർക്കൂട്ട് ആരെ തോൽപ്പിച്ചു? ഫ്രഞ്ചുകാരുടെ കൗണ്ട് ഡി ലാലിനെ തോൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഈ യുദ്ധത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂറോപ്യൻ ശക്തികളായി മാറുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ യുദ്ധം അവസാനിക്കുന്നത്, മൂന്നാമത്തെ ഈ കർണാട്ടിക് യുദ്ധം അവസാനിക്കുന്നത് ട്രീറ്റി ഓഫ് പാരീസ് വഴിയാണ്. ഓക്കെ, ട്രീറ്റി ഓഫ് പീസ് ഓഫ് പാരീസ് എന്ന് പറയുന്ന ട്രീറ്റിയിലൂടെയാണ്, പാരീസ് ഉടമ്പടിയിലൂടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ ഡി എന്നാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ചിലിയൻവാല യുദ്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ചിലിയൻവാല യുദ്ധം എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷുകാരും സിഖുകാരും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് ചിലിയൻവാല യുദ്ധം. ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ബ്രിട്ടീഷ് സിഖ് യുദ്ധത്തിലെ ഒരു യുദ്ധമാണ് ചിലിയൻവാല യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിഖുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്നതാണ് ചിലിയൻവാല യുദ്ധം. ചിലിയൻവാല എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ചിലിയൻവാല എന്ന് പറയുന്ന പ്രദേശം. ഓക്കെ, ഇനി ഖർദ യുദ്ധം എന്ന് പറയുന്നത്, ഖർദ യുദ്ധം നടക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ഇവിടെ വരുന്നത്, നിസാമും ഹൈദരാബാദിലെ നിസാമും മറാത്താസും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് ഖർദ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശത്തിൻ്റെ അവസാന പ്രധാന വിപുലീകരണം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ വിപുലീകരിച്ചത്, അല്ലെങ്കിൽ കൂടുതൽ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് കൈയടക്കിയത് അല്ലെങ്കിൽ പിടിച്ചടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണെന്നാണ് ഈ ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദത്തവകാശ നിരോധനം, ഡോക്ട്രൈൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദത്തെടുക്കാൻ പറ്റില്ല, അതായത് ആണായിട്ട് സ്വന്തമായിട്ടുള്ള രക്തത്തിൽ ആൺകുട്ടി പിറന്നിട്ടില്ലെങ്കിൽ പിന്നീട് ദത്തെടുക്കാനൊന്നും പറ്റില്ല, അതോടെ അവിടെ ആ രാജാവിൻ്റെ വംശം അവിടെ അവസാനിച്ചു, അത് ബ്രിട്ടീഷുകാർ അത്തരം പ്രദേശങ്ങൾ ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നത്, പിടിച്ചടക്കും എന്നൊക്കെ പറയുന്നതിനാണ് ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രൈൻ ഓഫ് ലാപ്സ് എന്നൊക്കെ പറയുന്നത്. അത് ആരുടെ സമയത്തായിരുന്നു? ഡൽഹൌസിൻ്റെ സമയത്തായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രദേശങ്ങൾ ഇന്ത്യയിലെ ഒരുപാട് രാജ്യങ്ങൾ ആര് പിടിച്ചെടുക്കുന്നുണ്ട്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പിടിച്ചെടുക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഝാൻസിയാണ്, ഒന്ന് സാമ്പൽപൂർ, സത്താറ, ജയ്പൂർ, ഉദയ്പൂർ, നാഗപ്പൂർ. ഇതൊക്കെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുന്നത്. ഇതിൽ ഝാൻസി പിടിച്ചെടുക്കുന്ന 1854 സാമ്പൽപൂർ പിടിച്ചെടുക്കുന്ന 1849
സത്താറ പിടിച്ചെടുക്കുന്ന 1848-ലാണ്. പണ്ടൊരു UPSC സിവിൽ സർവീസിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ 3 പ്രദേശം തന്നിട്ട് ഇതിൽ ആദ്യം പിടിച്ചെടുത്ത ഇത് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. പിടിച്ചെടുത്ത അതായത് ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാബ്സിൽ പിടിച്ചെടുത്തതിൻ്റെ ആ ഒരു ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം പിടിച്ചെടുത്ത ഏതായിരുന്നു? സത്താറയായിരുന്നു. രണ്ടാമത് സാമ്പൽപൂർ, ഏറ്റവും അവസാനം 1854-ലാണ് ഝാൻസിയുടെ. അപ്പോൾ ഇതൊക്കെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതൊരു കാരണമായിരുന്നു. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ വിപ്ലവം സമരം നടക്കുന്നതിൻ്റെ ഒരു കാരണമായിരുന്നു അല്ലേ? 1857 വിപ്ലവം നടക്കുന്നതിന് ഒരു കാരണമായിരുന്നു ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്. അതിൽ അവസാനം ഈ യുദ്ധം നടക്കുന്നതിൻ്റെ 3 വർഷം മുന്നെയാണ് ഝാൻസി പിടിച്ചെടുക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ഇതല്ലാതെ അവധ് പിടിച്ചെടുക്കുന്നുണ്ട്. അവധ് പിടിച്ചെടുക്കുന്നത് എന്തല്ല? ഈ പറയുന്ന ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ പേരിലല്ല പിടിച്ചെടുക്കുന്നത്. അതിന് പകരമായിട്ട് ദുർഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധ് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നത്. പല ബുക്കുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട് ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ പിടിച്ചെടുത്തിൽ, അതായത് ഈ പറയുന്ന ലിസ്റ്റിൽ ആരും കൂടെ വരുന്നുണ്ട്, അവധും കൂടെ വരുന്നുണ്ട്, നമ്മൾ പല ബുക്കിലും കാണുന്നുണ്ട്. പക്ഷേ ശരിയല്ല. അവധ് പിടിച്ചെടുക്കുന്നതിന് കാരണമായിട്ട് പറയുന്നത് ദുർഭരണം എന്ന് പറയുന്നത്, മാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ദുർഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവധ് എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുക്കുന്നതെന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, ഈ പറയുന്ന പിടിച്ചെടുക്കലൊക്കെ അവസാനം എന്തിലേക്ക് നയിച്ചു? 1857-ലെ റിവോൾട്ടിലേക്ക് നയിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഈ ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ഡൽഹൌസിൻ്റെ സമയത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങൾ ആളുകൾ പിടിച്ചത്. ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം അഥവാ ഡോക്ട്രൈൻ ഓഫ് ലാബ്സ് നിർത്തലാക്കുന്നത് 1859 ആരാണ്? കാനിങ് പ്രഭുവാണ്. അതും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിർത്തലാക്കിയത് ആരാണ്? കാനിങ് പ്രഭുവാണ് അല്ലേ? കാനിങ് പ്രഭു 1859 സമയത്താണ് കാനിങ് പ്രഭു. അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഡൽഹൌസിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ പറയുകയാണെങ്കിൽ ഡൽഹൌസിൻ്റെ കാലഘട്ടം എന്ന് ആലോചിച്ച് വയ്ക്കുക. 1848 മുതൽ 1856 വരെയാണ് ഡൽഹൌസിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു അല്ലേ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ഇദ്ദേഹം. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസിയാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. അതേപോലെ റെയിൽവേ, തപാൽ ഇതൊക്കെ ആരംഭിക്കുന്നത്, റെയിൽവേ ആരംഭിക്കുന്നതും തപാൽ ആരംഭിക്കുന്നത് ഇയാളുടെ സമയത്താണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായിട്ട് വുഡ്സ് പദ്ധതി, വുഡ്സ് ഡെസ്പാച്ച് എന്ന പേരിൽ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഡൽഹൌസിയാണ്. ഓക്കെ, അപ്പോൾ ഡൽഹൌസിൻ്റെ സമയത്താണ് 1854-ലാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന പേരിൽ വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഡൽഹൌസിൻ്റെ സമയത്ത് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ 2024-ലെ 2 പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ് അവധുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴമാണ് അവധ് എന്ന് പ്രസ്താവിച്ചത് ആര് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ 2024-ലെ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ചു, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഈ പറയുന്ന പ്രദേശം, അതായത് ഒരു പ്രദേശത്തെ ഡൽഹൌസി വിശേഷിപ്പിച്ചിട്ടുണ്ട്, അത് ഏത് പ്രദേശം എന്ന് ചോദിച്ചു. അപ്പോൾ മനസ്സിലാക്കുക, അവധ് എന്ന് പറയുന്ന പ്രദേശം നമ്മൾ പറഞ്ഞു ദുർഭരണത്തിൻ്റെ പേരിലാണ് അവധിനെ പിടിച്ചടക്കിയത് എന്ന് പറഞ്ഞു, പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അവധിനെക്കുറിച്ച് പറഞ്ഞത് ഡൽഹൌസിയാണ്. എന്ത്? ഒരു ദിവസം നമ്മുടെ വായയിൽ പതിക്കാൻ പോകുന്ന ചെറിയ പഴമാണ് അവധ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അവധ് എന്ന നാട്ടുരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഡൽഹൌസിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതും കൂടെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്ത ചോദ്യം, 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന ജോഡികൾ തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഓരോ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് യുദ്ധം നയിച്ചത് എന്നൊക്കെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഫാക്റ്റാണ്. അപ്പോൾ നമുക്കറിയാം ഫൈസാബാദിൽ ആരാണ്? നവാബ് വാജിദ് അലി അല്ല, ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ളയാണ് അല്ലേ? ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ളയാണ്. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ തന്നെയാണ്, ശരിയാണ്, ബറേലി ഖാൻ ബഹദൂർ ഖാനാണ്. ലക്നൌവിൽ ആരാണ്? ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ അവരുടെ മകനായ ആരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ? ഈ ബിർജിത് ഖാദിർ എന്ന് പറയുന്ന ആളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ബീഗം ഹസ്രത്ത് മഹലിൻ്റെ മകനായ ബിർജിസ് ഖാദിർ എന്ന് പറയുന്ന ആളും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബീഹാറിലാണെങ്കിൽ നമുക്കറിയാം കുൻവർ സിംഗ് ആണ്. ബീഹാറിലെ ആര എന്ന് പറയുന്ന സ്ഥലം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുക ജഗദീസ്പൂർ, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം.
ജഗദീസ്പൂർ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബീഹാറിൽ തന്നെയാണ് ജഗദീസ്പൂർ വന്ന സ്ഥലം. ഒന്നെങ്കിൽ ജഗദീസ്പൂർ എന്നുള്ള പേരിൽ ചോദിക്കുക, അല്ലെങ്കിൽ ബീഹാർ എന്ന പേരിൽ ചോദിക്കുക, അല്ലെങ്കിൽ ആര എന്ന് പറയുന്ന പേരിൽ ചോദിക്കുക. അതൊക്കെ ആരാണ്? കുൻവർ സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ബീഗം ഹസ്രത്ത് മഹലിനെ ലക്നൌവിൽ തോൽപ്പിക്കുന്നത് ആരാന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ക്യാമ്പ്ബെല്ലാണ്. ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന ക്യാമ്പ്ബെല്ലാണ് ബീഗം ഹസ്രത്ത് മഹലിനെ ലക്നൌവിൽ പരാജയപ്പെടുത്തുന്നത് എന്നും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. മുന്നേ അങ്ങനത്തെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ ഉത്തരമായിട്ട് വരിക? 2 ശരിയാണ്, 4 ശരിയാണ്. തെറ്റായതാ ചോദിച്ചത്. അപ്പോൾ 1ഉം 3ഉം ഇവിടെ തെറ്റാണ് അല്ലേ? അപ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ബി ആണ്. 18ൻ്റെ ഉത്തരം ബി ആണ് വരുന്നത്. ഇനി നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് സ്ഥലം കൂടിയും പറയാം. ഡൽഹിയിൽ ആരൊക്കെയായിരുന്നു? ഭക്ത് ഖാൻ, മിലിറ്ററി ആയിട്ട് ഭക്ത് ഖാൻ, അല്ലെങ്കിൽ നമുക്ക് ആരുടെ പേര് പറയാം? ആ സമയത്ത് മുഗൾ എംപറർ ആയിരുന്ന ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേര്. ഒന്നെങ്കിൽ ഡൽഹിയിൽ ഓപ്ഷനിൽ തരിക ബഹദൂർ ഷാ സെക്കൻഡിൻ്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഭക്ത് ഖാൻ്റെ പേരായിരിക്കാം. അപ്പോൾ ഡൽഹി ആ പേരൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി കാൺപൂരിൽ സാധാരണ നാനാ സാഹിബാണ് അല്ലേ? കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. അല്ലെങ്കിൽ കൂടെ വേണമെങ്കിൽ നാനാ സാഹിബിനെ സഹായിച്ചുകൊണ്ട് ആരുണ്ടായിരുന്നു? താന്തിയ തോപ്പിയും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, കാൺപൂരിൽ നാനാ സാഹിബാണ് മെയിൻ പേര്, അല്ലെങ്കിൽ വേണമെങ്കിൽ കൂടെ നമുക്ക് താന്തിയ തോപ്പിനെ കൂടെ പറയാം. ഇനി റാണി ലക്ഷ്മിബായി, ഝാൻസി റാണി എവിടെയായിരുന്നു? ഝാൻസിയിലായിരുന്നു അല്ലേ? ഝാൻസിയിലും അതുപോലെ തന്നെ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഗ്വാളിയോറിലും റാണിയായിരുന്നു. അപ്പോൾ ഝാൻസി റാണി ആയിരുന്നു ഝാൻസിയിലും, അതുപോലെ തന്നെ ഗ്വാളിയോറിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? നാനാ സാഹിബ് കാൺപൂരിൽ തോറ്റതിന് ശേഷം താന്തിയ തോപ്പി ആരെ സഹായിക്കാൻ വന്നു? റാണിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗ്വാളിയോറിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാൺപൂരിൽ താന്തിയ തോപ്പി നാനാ സാഹിബിനെ സഹായിക്കുന്നുണ്ട്, ഗ്വാളിയോറിലും താന്തിയ തോപ്പി റാണിയെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അലഹാബാദ്. അപ്പോൾ നമ്മൾ ഡൽഹി പറഞ്ഞു, കാൺപൂർ പറഞ്ഞു, ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. പിന്നെ ഝാൻസി പറഞ്ഞു, ഝാൻസി, അതേപോലെ തന്നെ ഗ്വാളിയോർ, ഇവിടെയൊക്കെ റാണി, കാൺപൂരിൽ നാനാ സാഹിബ്, ഇവിടെ ഭക്ത് ഖാൻ അഥവാ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് വരാം. പിന്നെ അടുത്തെവിടെയാണ്? ആഗ്ര, അവധ്, ഈ പ്രദേശങ്ങളിലൊക്കെ ബീഗം ഹസ്രത്ത് മഹൽ തന്നെയായിരുന്നു. പിന്നെ അതേപോലെ ആസാമിൽ മണിറാം പുട്ടി എന്ന് പറയുന്ന പേരും കൂടെ ആലോചിക്കുക. ഈ പറയുന്ന പ്രദേശങ്ങളെ പോലെ ഒന്നും ആസാമിൽ ഉണ്ടായിരുന്നില്ല. അവർ സെപ്പറേറ്റ് ഒരു രീതിയിലായിരുന്നു അവിടെ 1857 റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആസാമുമായി ബന്ധപ്പെട്ട് മണിറാം പുട്ടി എന്ന് പറയുന്ന പേര് നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെ അലഹാബാദിൽ ലിയാഖത്ത് അലി ആയിരുന്നു അലഹാബാദിൽ ഉണ്ടായിരുന്നത്. ആ പേരും കൂടെ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ താന്തിയ തോപ്പിയുടെ പേര് പറഞ്ഞു. മുന്നൊരു പരീക്ഷ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അതായത് ഒരാളുടെ, അതായത് സുഹൃത്ത് വഴി അപകടത്തിൽപ്പെട്ട് പിന്നീട് ബ്രിട്ടീഷുകാരുടെ കയ്യാൽ മരിക്കപ്പെട്ട ആളാരായിരുന്നു വെച്ചാൽ അത് നമ്മുടെ താന്തിയ തോപ്പിയായിരുന്നു. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാർക്ക് പിടിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അയാളുടെ താന്തിയ തോപ്പിന് തന്നെ ഒരു സുഹൃത്ത് ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തിട്ടാണ് ബ്രിട്ടീഷുകാർ അയാളെ പിടിക്കുന്നതും പിന്നീട് അയാളെ കൊല്ലുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ അത് താന്തിയ തോപ്പിയാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, 1857 റിവോൾട്ട് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഒരു ധാരണ വേണ്ട. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും 1857 റിവോൾട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സമൂഹത്തിൽ, അതേപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലെയും ആളുകളുടെ സപ്പോർട്ടും ഈ പറയുന്ന 1857 റിവോൾട്ടിന് ഉണ്ടായിരുന്നില്ല. കൂടുതലും പറയുകയാണെങ്കിൽ തെക്ക് ഇന്ത്യയും പടിഞ്ഞാറ് ഇന്ത്യയും കൂടുതലും റിവോൾട്ടിന് ഉണ്ടായിട്ടില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യയും അതുപോലെ തന്നെ തെക്ക് ഇന്ത്യയും, ഓക്കെ, തെക്ക് ഇന്ത്യയും അതേപോലെ പടിഞ്ഞാറ് ഇന്ത്യയും, നമ്മുടെ സൗത്ത് ഇന്ത്യയും അതേപോലെ വെസ്റ്റ് ഇന്ത്യയും കൂടുതലും ഇതിൽ പങ്കെടുത്തിട്ടില്ല. കൂടുതലും നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത്, നോർത്ത് വെസ്റ്റ്, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ്, ആ ഒരു ഭാഗമാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യ താഴത്തോട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ പടിഞ്ഞാറ് ഇന്ത്യയും കൂടുതലും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പല ഇന്ത്യൻ ഭരണാധികാരികളും റിവോൾട്ടിലെ ആളുകളെ സഹായിച്ചിട്ടില്ല. ഓക്കെ, ഇന്ത്യൻ റൂളേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പല ഇന്ത്യൻ രാജാക്കന്മാരും ഈ റിവോൾട്ടിലെ ആളുകളെ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പല ഇന്ത്യൻ റൂളേഴ്സും ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റിവോൾട്ടിനെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആലോചിക്കേണ്ട മറ്റൊരു പോയിന്റാണ് മിഡിൽ ക്ലാസ്, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഈ പറയുന്ന 1857 റിവോൾട്ടിനെ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ മിഡിൽ ക്ലാസ്. അപ്പോൾ മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ് നമുക്ക് പറയാം, മിഡിൽ ആൻഡ് അപ്പർ ക്ലാസ്. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ്, ആധുനിക വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാരും ഈ പറയുന്ന റിവോൾട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക.
അപ്പോൾ നമ്മൾ താന്തിയ തോപ്പിയുടെ കാര്യം പറഞ്ഞു. താന്തിയ തോപ്പി ഗറില്ല സമരം നടത്തിയ നേതാവായിരുന്നു ഈ പറയുന്ന താന്തിയ തോപ്പി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്ത നോക്കി 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സമീന്ദർമാർ കർഷകർക്ക് പട്ടയ നൽകേണ്ടതുണ്ടായിട്ടും മിക്കവരും അത് ചെയ്തിരുന്നില്ല. അതിൻ്റെ കാരണം എന്താവാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ബേസിക് ഫാക്റ്റാണ്, നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടാവുന്ന ഒരു സാധനമാണ്. അത് പ്രധാനപ്പെട്ട ഉത്തരം വരുന്നത് ഇതാണ്: സമീന്ദർമാരെ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സമീന്ദർമാരെ അവരെ തോന്നിയ രീതിയിലേക്ക് വിട്ടുകയായിരുന്നു. അതുകൊണ്ട് അവരെ പരിശോധിക്കാൻ ബ്രിട്ടീഷുകാരൊന്നും നിൽക്കാത്തതുകൊണ്ട് തന്നെ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ സമീന്ദർമാർ കർഷകർക്ക് പട്ടയം നൽകേണ്ടതുണ്ടായിട്ടും മിക്കവരും അതും ചെയ്തിരുന്നില്ല എന്ന് പറയേണ്ട പ്രധാനപ്പെട്ട കാരണം അവരെ തോന്നിയ പോലെ അഴിച്ചുവിട്ടതായിരുന്നു. അവരെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് UPSCക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്ന കാര്യം 1793 പെർമനന്റ് സെറ്റിൽമെൻറ്റ് അഥവാ ശാശ്വത ഭൂനികുതി സമ്പ്രദായം എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത്. ഇത് കൂടുതലും ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇത് കൂടുതലും ഉണ്ടായിരുന്നത്. കോൺവാലിസ് പ്രഭുവാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇത് രൂപപ്പെടുത്താൻ, അതായത് ഈ ഒരു പദ്ധതി രൂപപ്പെടുത്താൻ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയായിരുന്നു ജോൺ ഷോർ. ഈ പേരും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ജോൺ ഷോർ ആണ് ഇതിൻ്റെ ഈ ഒരു പദ്ധതി ഉണ്ടാക്കാൻ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. ഓക്കെ, ഇത് കൊണ്ടുവന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൺവാലിസിൻ്റെ സമയത്താണ്. ഓക്കെ, ഇതിനുമായി ബന്ധപ്പെട്ട എന്താ വെച്ചാൽ സമീന്ദർമാർ നികുതി കർഷകരിൽ നിന്നും പിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഭൂ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ കർഷകരല്ല, സമീന്ദർമാരായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഓണേഴ്സ് ഓഫ് ലാൻഡ് എന്ന് പറയും. ലാൻഡിൻ്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സമീന്ദർമാർക്കായിരുന്നു. അവരെന്തായിരുന്നു? അവരായിരുന്നു നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അവർ എത്ര പിരിച്ചോ അതിൻ്റെ 10/11 അതിൽ 11/10 ഭാഗം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം, 1/11 സമീന്ദർമാരുടെ കയ്യിൽ വയ്ക്കും. അപ്പോൾ ഇത് കൂടുതലാവാൻ വേണ്ടിയിട്ട് അവർ തോന്നുന്ന പോലെ ഇഷ്ടം പോലെ നികുതി പിരിക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനൊന്നും അളവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സമീന്ദർമാർ നികുതി കർഷകരിൽ നിന്നും പിരിക്കും, അതിൻ്റെ 10/11 ബ്രിട്ടീഷുകാർക്ക്. അതൊരു ഫിക്സഡ് ഷെയറാണ്. എത്ര കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിക്സഡ് ഷെയറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള സാധനം കൊണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത് പെർമനൻറ്റ്, ഒരു ശാശ്വതമായിട്ടുള്ളൊരു ഭൂനികുതിയായിരുന്നു. ഓക്കെ, ഇനി ഒരുപാട് വിളവില്ലെങ്കിലും വിളവുണ്ടെങ്കിലും ഏത് സാധനത്തിലും ഒരു ഫിക്സഡ് ഷെയറാണ് കൊടുത്തുകൊണ്ടിരുന്നത്, മാറ്റം വരുത്തില്ല. കുറേ കാലങ്ങളായാലും ഈ 10/11 മാത്രമേ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതിൽ യാതൊരു മാറ്റം വരാത്ത രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതാണ് പെർമനൻറ്റ് എന്ന് പറയുന്നത്, അഥവാ ശാശ്വതം എന്ന് പറയുന്നത് ഫിക്സഡ് ഷെയർ ആയതുകൊണ്ടാണ്. അതുപോലെ പിടിക്കുന്ന ടാക്സ് എങ്ങനെയായിരുന്നു? പൈസ ആയിട്ട് തന്നെയാണ് നൽകിക്കൊണ്ടിരുന്നത് എന്നുകൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ കർഷകർ എന്ത് ചെയ്യായിരുന്നു? കൃഷിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ 60% ടാക്സ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ഭൂനികുതികളാണ് ഏതൊക്കെ? റയത്വാരി സിസ്റ്റം, അതേപോലെ മഹൽവാരി സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ഞാനൊന്ന് പറയാം. റയത്വാരി സിസ്റ്റം എന്ന് പറയാൻ എന്താണ്? 1820 റയത്വാരി സിസ്റ്റം വരുന്നത്. സൗത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലാണ് കൂടുതലും അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താണ്? കർഷകരിൽ നിന്നാണ് നേരിട്ട് ടാക്സ് പിടിച്ചുകൊണ്ടിരുന്നത് റയത്വാരി സിസ്റ്റത്തിൽ. റയത്ത് എന്ന് പറഞ്ഞാൽ കർഷകർ എന്നാണ് അർത്ഥം. അപ്പോൾ റയത്വാരിയിൽ കർഷകരാണ് നേരിട്ട് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കർഷകരായിരുന്നു ഭൂ ഉടമകളായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നികുതി റേറ്റ്സ് വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കർഷകരായിരുന്ന ഭൂമിയുടെ ഓണേഴ്സ്, കർഷകർ തന്നെയായിരുന്നു കൃഷിയിടങ്ങളൊക്കെ ഓൺ ചെയ്തിരുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അധികമായ നികുതി അടയ്ക്കേണ്ടിയിരുന്നതിനാൽ ഇവരെല്ലാവരും പട്ടിണിയിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ റയത്വാരി സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പേരെന്ന് പറയുന്നത്, റയത്വാരി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പേരുകൾ ആലോചിച്ച് വെക്കേണ്ടത് അലക്സാണ്ടർ റീഡ്, അതുപോലെ തോമസ് മൺറോ. ഓക്കെ, അലക്സാണ്ടർ റീഡും തോമസ് മൺറോ ആയിരുന്നു ഈ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ. പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മദ്രാസ് പ്രവിശ്യയിലും അതേപോലെ ബോംബെ പ്രവിശ്യകളിലായിരുന്നു കൂടുതലായിട്ടും ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് മഹൽവാരി സിസ്റ്റം എന്ന് പറയുന്നതാണ് മൂന്നാമത്തത്. മഹൽവാരി സിസ്റ്റം 1822 മഹൽവാരി സിസ്റ്റം വരുന്നത്. ഇതെന്താ വെച്ചാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പായിരുന്നു മഹൽവാരി എന്ന് പറയുന്നത്. ഇത് കൂടുതലും ഗംഗാ സമതല പ്രദേശം, അതേപോലെ വടക്ക് പടിഞ്ഞാറ് പ്രവിശ്യകൾ ഈ ഭാഗത്തൊക്കെയായിരുന്നു. അതേപോലെ ചില സെൻട്രൽ ഇന്ത്യയിലെ ചില ഭാഗങ്ങൾ, പഞ്ചാബ്, ഈ ഭാഗത്തൊക്കെയായിരുന്നു മഹൽവാരി. അപ്പോൾ ഈ 3 സാധനങ്ങൾ ഏതൊക്കെ പ്രദേശത്താണ് ഏകദേശം വരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഗ്രാമത്തെ ഇവിടെ മഹൽ എന്ന് പറയുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ യൂണിറ്റായിട്ട് തിരിച്ചിട്ട് അതിലെ നാട്ടുപ്രമുഖൻ ആരാണോ, ഗ്രാമത്തലവൻ ആരായിരുന്നു, അയാളായിരുന്നു നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ,
ഇവിടെ എന്തായിരുന്നു വെച്ചാൽ ശാശ്വത ഭൂനികുതിയുടെ ഒരു പരിഷ്കരിച്ച പതിപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ശാശ്വത ഭൂനികുതിയെ പോലെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയർ ആയിരുന്നില്ല. ഇവിടെ ഓരോ 20-30 വർഷം കൂടുമ്പോൾ ഇവരുടെ ടാക്സിന്റെ റേറ്റ് മാറിക്കൊണ്ടിരുന്നതായിരുന്നു, ശാശ്വതമായിരുന്നില്ല എന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത നോക്കിയ 20ാമത്തെ ചോദ്യം എന്താണ്? ചേരുംപടി ചേർക്കുക. 1813 ചാർട്ടർ നിയമം, ഇതുമായി ഒന്ന് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാർട്ടർ നിയമം തന്നിട്ടുണ്ട്, റെഗുലേറ്റിംഗ് നിയമം തന്നിട്ടുണ്ട്, 1858 നിയമം, പിറ്റ്സ് ഇന്ത്യ നിയമം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. റെഗുലേറ്റിംഗ് നിയമം നമുക്ക് നോക്കാം. റെഗുലേറ്റിംഗ് നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ബ്രിട്ടനിൽ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ സ്ഥാപിക്കുക. ബോർഡ് ഓഫ് കൺട്രോൾ സ്ഥാപിക്കുക ഏതാ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എവിടെയാണ് നമ്മൾ ബോർഡ് ഓഫ് കൺട്രോൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? പിറ്റ്സ് ഇന്ത്യ നിയമത്തിലാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ്. പിറ്റ്സ് ഇന്ത്യ. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് പിറ്റ്സ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ D1 വരാനാണ് ചാൻസ്. അങ്ങനെ ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കുക. ഡി ഇവിടെയും വന്നിട്ടുണ്ട്, D1 ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് നോക്കിയേ, ഇന്ത്യയിലെ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിച്ചു. ഇന്ത്യയിലെ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിച്ചത് എവിടെയാണ്? എവിടെയാണ് വ്യാപാര കുത്തക അവസാനിച്ചത്? അല്ലേ, 1813 ചാർട്ടർ നിയമത്തിലാണ് വ്യാപാര കുത്തക അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ എന്ത് വരും? 2 വരണം. A2 വരണം എന്ന് പറയുമ്പോൾ ഇവിടെ A2 തന്നെയാണ്. അടുത്ത് വായിക്കാം. ഭരിക്കാനുള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞിയിലേക്ക് മാറ്റപ്പെട്ടു. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അത് 1858 നിയമമാണ് അല്ലേ? അപ്പോൾ C ആണ് 3 വരേണ്ടത്. C3 വരണം. C3 വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ? C3 വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏത് വരണം? A ആയിരിക്കണം നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. റെഗുലേറ്റിംഗ് ആക്ട് എന്താണ് നമുക്ക് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് നിയമം വരുന്നത്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബക്സർ യുദ്ധത്തിന് ശേഷം എന്താണ്? ദിവാനി റൈറ്റ്സ് നൽകിയാണ്. ബംഗാൾ, ബീഹാർ, ഒറീസയുടെ പ്രദേശങ്ങളിലെ ദിവാനി റൈറ്റ്സ്, നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിക്കുകയാണ്. അങ്ങനെ ദിവാനി റൈറ്റ്സ് ലഭിച്ചതിന് ശേഷം ഈ പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ആളുകൾ വൻ അഴിമതി കാണിക്കാൻ തുടങ്ങി അല്ലേ? അവരുടെ അധികാരം അവർ ചൂഷണം ചെയ്യാൻ ആരംഭിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി പ്രോഫിറ്റ് ഒന്നും ഇല്ലാതെ താഴത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഈ പറയുന്ന കമ്പനിയിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ വരുമാനം കുത്തനെ കൂടാൻ തുടങ്ങി. കമ്പനി നഷ്ടത്തിൽ വരാൻ തുടങ്ങി. കാരണം ഭയങ്കര അഴിമതിയായിരുന്നു. ഓക്കെ, ഇത്തരം അഴിമതിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ആദ്യത്തെ നടപടി വരുന്നത്. അതായത് ഈ കമ്പനിനെ ഇങ്ങനെ വിട്ടാൽ പോരാ, ഈ കമ്പനിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ആദ്യത്തെ നിയമം കൊണ്ടുവന്നു. അതായത് ബ്രിട്ടനിലെ ഒരുപാട് കമ്പനിയിൽ ഒരു കമ്പനി മാത്രമായിരുന്നു ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്പനി നിയന്ത്രിക്കാൻ വേണ്ടി ആദ്യത്തെ നിയമം വന്നു. അങ്ങനെ 1773 കമ്പനിയെ നിയമിക്കാനുള്ള സംഭവം കൊണ്ടുവരികയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. കമ്പനിയുടെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ കത്തിടപാടുകളും എല്ലാ രേഖകളും ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിക്കാൻ കമ്പനിയുടെ ഡയറക്ടർമാരോട് ആവശ്യപ്പെട്ടതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാലല്ലേ ഈ കമ്പനീനെ എങ്ങനെയൊക്കെയാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. അതാണ് റെഗുലേറ്റിംഗ് ആക്ടിലെ ഒരു കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനത്തിലൂടെ കൊണ്ടുവന്ന സംഭവമാണ്. അത് 1773 ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് വാരൻ ഹാസ്റ്റിങ്സിനെ അപ്പോയിന്റ് ചെയ്യാണ്. ഓക്കെ, ഗവർണർ ഓഫ് ബംഗാൾ. ആദ്യം ബംഗാളിന്റെ ഗവർണർ എന്നുള്ള പദവിയായിരുന്നു. അതെന്തായിട്ട് മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവിയാക്കി മാറ്റി. അങ്ങനെ വരുന്ന ആളായിരുന്നു വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു ആദ്യത്തെ ആള്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റി. അതുപോലെ തന്നെ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഭരണം ഒരു ഗവർണർ ജനറലും അതുപോലെ തന്നെ 4 അംഗങ്ങളും അടങ്ങുന്ന ഒരു കൗൺസിലിനെ ഏൽപ്പിച്ചു. ഓക്കെ, അതും ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ മറ്റൊരു സംഭവമാണ് എന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? വാരൻ ഹാസ്റ്റിങ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ബംഗാളിൽ ഗവർണർ ജനറൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? മദ്രാസിലെ ഗവർണറും അതുപോലെ തന്നെ ബോംബെയിലെ ഗവർണറും ഇനി ആരുടെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്? ബംഗാളിലെ ഗവർണർ ജനറലിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നാക്കി മാറ്റിയതിൽ ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ടിലൂടെ. അതുപോലെ തന്നെ ബംഗാളിൽ ഒരു സുപ്രീം കോടതി വരുന്നതും ഈ സമയത്തെ ഏതിലാണ്? ബംഗാളിലെ സുപ്രീം കോടതി വരുന്നതും ഈ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് 1773 ഓക്കെ, അടുത്തത് പിറ്റ്സ് ഇന്ത്യ ആക്ട്. തൊട്ടടുത്ത് വരുന്നതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. 1784 വരുന്നതാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിലെ കമ്പനിയുടെ പ്രദേശങ്ങളെ ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള പ്രദേശങ്ങൾ എന്ന് വിളിച്ച ആദ്യത്തെ നിയമമായിരുന്നു. അതായത് ഇതുവരെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായിരുന്നു ബ്രിട്ടീഷിലെ പ്രവിശ്യ. ഇത് ഇനി ബ്രിട്ടൻ്റെ, അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് പാർലമെൻറ്റ് അധികാരമുള്ള സ്ഥലങ്ങൾ എന്ന രീതിയിൽ ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് വിളിച്ച ആ ഒരു പേര് ഉൾപ്പെടുത്തിയ ആദ്യത്തെ ഒരു നിയമം, അല്ലെങ്കിൽ അത് ആദ്യമായിട്ട് വിളിച്ച ഒരു നിയമം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ പറയുന്ന 1784 പിറ്റ്സ് ഇന്ത്യ നിയമമാണ്. അതുപോലെ തന്നെ ഡുവൽ സിസ്റ്റം കൊണ്ടുവന്ന ഡുവൽ സിസ്റ്റം അല്ലെങ്കിൽ ഡുവൽ റൂൾ അഥവാ എന്ത് പറയാം ദ്വിഭരണം ഇരട്ട ഭരണം എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇരട്ട ഭരണം കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു എന്ത് ഈ പറയുന്ന 1784 പിറ്റ്സ് ഇന്ത്യ. ഇരട്ട ഭരണം എന്ന് പറയുമ്പോൾ രണ്ടായി. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബോർഡ് ഓഫ് കൺട്രോൾ, അതുപോലെ തന്നെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇങ്ങനെ രണ്ട് ടീംസാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് ബ്രിട്ടനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവരിയ്ക്കുന്നത് ബ്രിട്ടനിലാണ് ഇരിക്കുന്നത്. ഇവർ കമ്പനിയുടെ സിവിൽ, മിലിറ്ററി, അതേപോലെ വരുമാന കാര്യങ്ങളുടെ ഇവരുടെ കീഴിലായിരിക്കും. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് ഉണ്ടാവുക. ഇവരുടെ രാഷ്ട്രീയപരമായ ഇടപെടൽ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. ആര്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇവർ 3 ഡയറക്ടേഴ്സാണ് ഉണ്ടാവുക. ഇവർ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് അവിടെ ഇരുന്നിട്ട് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ബോർഡ് ഓഫ് കൺട്രോൾ. ഇവർ ബ്രിട്ടനിലാണ് ഉണ്ടാവുക. ഓക്കെ, അത്തരത്തിൽ ഒരു ഇരട്ട ഭരണം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഏത്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ബ്രിട്ടനിൽ ഒരു ബോർഡ് ഓഫ് കൺട്രോൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ്. അതേപോലെ ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ ഇരട്ട ഭരണം എന്ന് പറയുന്ന സമ്പ്രദായം വരുന്നത് 1784 എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുകൂടെ മനസ്സിലാക്കി. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാർട്ടർ ആക്ട്. ഏതാ ചോദിച്ചിരിക്കുന്നത്? 1813 ചാർട്ടർ നിയമമാണ്. 1813 ചാർട്ടർ നിയമത്തിൽ നിങ്ങൾ ഓർത്തു വയ്ക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിച്ചു. അതായത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു? ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ 2 കാര്യങ്ങളിൽ വ്യാപാര കുത്തക മീൻസ് അതായത് മൊത്തത്തിൽ വ്യാപാര കുത്തക അവസാനിപ്പിച്ചില്ല. ഇന്ത്യയിലെ വ്യാപാര കുത്തക അവസാനിച്ചു. ഏതിൽ അവസാനിപ്പിച്ചില്ല? തേയില വ്യാപാര കുത്തക നിലനിർത്തി. അതായത് 1813 ചാർട്ടർ നിയമത്തിലൂടെ തേയിലയിലെ വ്യാപാര കുത്തക നിലനിർത്തിക്കൊണ്ട് തന്നെ ബാക്കി എല്ലാത്തിനുമുള്ള വ്യാപാര കുത്തക ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാനിപ്പിച്ചതാണ് ഇതിലെ ഈ പറയുന്ന 1813 ചാർട്ടർ നിയമത്തിലൂടെ സംഭവിച്ചത്. അതുപോലെ തന്നെ ചൈനയിലെ വ്യാപാര കുത്തകയും നിലനിർത്തി. ഓക്കെ, അപ്പോൾ 2 വ്യാപാര കുത്തകയാണ് നിലനിർത്തി. ഒന്ന് ചൈനയുമായി ബന്ധപ്പെട്ട വ്യാപാര കുത്തക നിലനിർത്തി, ഇന്ത്യയിലെ തേയിലയുമായി ബന്ധപ്പെട്ട വ്യാപാര കുത്തക നിലനിർത്തി. ഓക്കെ, പക്ഷെ ബാക്കി ഇന്ത്യയിലെ ബാക്കി കാര്യങ്ങളുമായിട്ടുള്ള വ്യാപാര കുത്തക എല്ലാം അവസാനിപ്പിച്ചു. ഇതാണ് 1813 ചാർട്ടർ നിയമത്തിലൂടെ വരുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്കും വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരുടെ അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടി ഓരോ വർഷവും 1 ലക്ഷം രൂപ നൽകാം എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവരുന്നതും 1813 ചാർട്ടർ നിയമത്തിലൂടെയാണ്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത വരുന്ന ചാർട്ടർ നിയമം 20 വർഷങ്ങൾക്ക് ശേഷമാണ് 1833 ചാർട്ടർ നിയമമാണ്. 1833 ചാർട്ടർ നിയമം. അപ്പോൾ ഈ 813 നിലനിർത്തിയിരുന്ന 2 കുത്തകയുണ്ടായിരുന്നു. ഒന്ന് ചൈനയുമായിട്ടുള്ള വാണിജ്യ കുത്തകയും ചൈനയിലുണ്ടായിരുന്ന കമ്പനിയുടെ വാണിജ്യ കുത്തക, അതുപോലെ തന്നെ ഇന്ത്യയിലാണെങ്കിൽ തേയിലയുമായി ബന്ധപ്പെട്ട വാണിജ്യ കുത്തക ട്രേഡ് മോണോപോളി ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ നിർത്തലാക്കുന്നത് എവിടെയാണ്? 1833. ഓക്കെ, അപ്പോൾ ഇവിടെ നിലനിർത്തിയിരുന്ന 2 കുത്തകയും കൂടെ ഈ 1833 ചാർട്ടർ നിയമത്തിലൂടെ നിർത്തലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 1833 ചാർട്ടർ നിയമത്തിൽ ആലോചിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത്? ഈ പറയുന്ന 1773 ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പദവി എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവിയാക്കി മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന 1833 ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ആ ഒരു പദവി എന്താക്കി മാറ്റി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റി. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റുന്നത് 1833 ഈ പറയുന്ന ചാർട്ടർ നിയമത്തിലൂടെയാണ്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് വരുന്നത്? വില്യം ബെൻഡിക് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി വഹിക്കുന്നത് വില്യം ബെൻഡിക് ആണ്. ഓക്കെ, ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ് വില്യം ബെൻഡിക്. അത് വരുന്നത് 1833 ചാർട്ടർ നിയമത്തിലൂടെയാണ്. അതുപോലെ തന്നെ ഈ 1833 ചാർട്ടർ നിയമത്തിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നിയമ കമ്മീഷൻ അഥവാ ലോ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ 1834 ലോർഡ് മെക്കാളയുടെ കീഴിലാണ് ആദ്യത്തെ ലോ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 1834 ലോർഡ് മെക്കാളയുടെ കീഴിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഈ പറയുന്ന ലോ കമ്മീഷനെ കൊണ്ടുവരണം എന്ന് പറയുന്നത് കൊണ്ടുവരുന്ന നിയമവും 1833 ഈ ചാർട്ടർ നിയമമാണ്. അത് കഴിഞ്ഞിട്ടാണ് 1858 എന്ത് വരുന്നത്? 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം വരുന്നു അടുത്തത്.
ഓക്കെ, അതിലെന്താണ് കമ്പനി റൂൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂൾ അവിടെ അവസാനിപ്പിച്ചു. ഇനി നേരിട്ട് ബ്രിട്ടീഷ് ഭരണം ആരായിട്ട് എടുക്കുന്നത്? ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിൽ ഇനി ബ്രിട്ടീഷ് പാർലമെൻറ്റാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രൗണിൻ്റെ കീഴിലാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു 1754 കൊണ്ടുവന്ന ഇത് പിറ്റ്സ് ഇന്ത്യ ആക്ട് പറഞ്ഞില്ല, 1784 പിറ്റ്സ് ഇന്ത്യ നിയമത്തെ നമ്മൾ കുറിച്ച് പറഞ്ഞു. അതിലെന്തായിരുന്നു? ഡ്യുവൽ ഭരണം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് പറഞ്ഞു. ഈ ഡ്യുവൽ ഭരണം, ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഈ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ കൊണ്ടുവന്ന ഈ ഇരട്ട ഭരണം എവിടെയാണ് അവസാനിപ്പിക്കുന്നത്? 1858 നിയമത്തിലൂടെ ആ ഡ്യുവൽ ഭരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ ഇരട്ട ഭരണം ഇല്ല എന്നുള്ളതാണ് 1858 മറ്റൊരു വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിയമത്തിലൂടെ എന്താണ്? ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് രാജ്ഞിയാണ്. രാജ്ഞി ആരിലൂടെ? സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അതേപോലെ അയാളുടെ 15 അംഗങ്ങളുള്ള കൗൺസിലാണ്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അയാളുടെ 15 അംഗങ്ങളുള്ള കൗൺസിലും കൂടിയാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് രാജ്ഞിയുടെ പേരിൽ. ഓക്കെ, അതുപോലെ തന്നെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പദവി എന്താക്കി മാറ്റി? വൈസ്രോയ്. ഓക്കെ, വൈസ്രോയ് എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റി. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പേര് ഇനി എന്താക്കി മാറ്റി? വൈസ്രോയ്. അങ്ങനെ ആദ്യത്തെ വൈസ്രോയ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആരാണ്? ലോർഡ് കാനിങ് പ്രഭുവാണ്. ഓക്കെ, കാനിങ് പ്രഭുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അതേപോലെ തന്നെ 1858 നിയമത്തിലൂടെ മറ്റൊരു കാര്യം കൂടി ഒന്നുണ്ട്. അതായത് 1857 വിപ്ലവം നടക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നാട്ടുരാജ്യങ്ങളൊക്കെ ഇതേപോലെ ഇങ്ങനെ പിടിച്ചടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഇനി മുതൽ നാട്ടുരാജ്യങ്ങളൊന്നും ഇനി പിടിച്ചടക്കേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ ഒന്നും അനക്സ് ചെയ്യേണ്ട ആവശ്യം ഇനി ഇല്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഇതിലൂടെ 1858 നിയമത്തിലൂടെ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് വളരെ പ്രധാനമായിട്ട് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ 1020 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.